السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ അവനേറെ ഇഷ്ടപ്പെടുന്ന അവന്റെ മലക്കുകൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമായി തീരുന്ന ഒരു നന്മയുടെ മജ്ലിസിലാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വീടിന്റെ മുറ്റത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ ദീൻ കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും പരിശ്രമിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പറഞ്ഞത് അത് റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലെ തോട്ടങ്ങളിൽപ്പെട്ട ഒരു തോട്ടമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഇൽമിന്റെ സദസ്സുകൾ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ചെലവഴിക്കുന്ന സമയവും നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതുമായ ഈ സമയത്തെയും അല്ലാഹു നാളെ പരലോകത്ത് നമ്മുടെയൊക്കെ നന്മയുടെ തുലാസിൽ ഖനം തൂങ്ങുന്ന ഏറ്റവും നല്ല സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറെ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന, അവന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ സന്തോഷങ്ങളുടെ ദിവസങ്ങളാണ്. അള്ളാഹുവിന്റെ വലിയ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ആ ദിവസങ്ങളെ ജീവിതത്തിൽ ഏറ്റവും അധികം നന്മകൾ കൊണ്ട് ധന്യമാക്കിയവർക്ക് അള്ളാഹുവിന്റെ ഉന്നതമായ സ്വർഗത്തെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ കഴിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ സ്വർഗം ജീവിതത്തിൽ ലക്ഷ്യമാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നന്മകൾക്ക് മനസ്സ് കാണിക്കാനും ഇത്തരം സദസ്സുകളിലേക്ക് കടന്നു വരാനും ഇത് കേൾക്കാനും ഇതിനു വേണ്ടി ഒരല്പം സമയം മാറ്റിവെക്കാനും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നത് എന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു തൗഫീഖ് കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് ആഗ്രഹങ്ങളുമായി ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നവരാണ് നമ്മളെല്ലാം. ഈ കൂടിയിരിക്കുന്ന ഓരോരുത്തരോടും നമ്മുടെയൊക്കെ മനസ്സുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് നടന്നു കിട്ടണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും പല രൂപത്തിലുള്ള ഉത്തരങ്ങൾ ഉണ്ടാകും. ചില ആളുകൾക്ക് പറയാനുള്ളത് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട് അതൊന്ന് പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം. ഒരുപാട് കാലമായി ഒരു വാടക വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നു. ആ വീടിന്റെ പണി പൂർത്തിയാക്കി അതിലൊന്ന് താമസം മാറി സമാധാനത്തോടുകൂടി അതിലൊന്ന് അന്തിയുറങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ മനുഷ്യരിലുണ്ട്. അതുമല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് ജോലികൾ ചെയ്ത് ആ ജോലികളിലൊന്നും വലിയ പുരോഗതിയില്ലാതെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ജോലിയാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ ഒരല്പം പ്രായമായ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വിവാഹപ്രായമെത്തിയ തന്റെ പെൺമക്കളെ കുറിച്ചുള്ള വേവലാതികൾ, അവരുടെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് വേണമെന്ന് മനസ്സമാധാനത്തോടുകൂടി കണ്ണടക്കാൻ എന്ന് വിചാരിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഞാൻ പറയുന്നത്, ഓരോ മനുഷ്യനെയും പരിശോധിച്ചാൽ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും വ്യത്യസ്തമാണ് എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിച്ചു എന്ന് വിചാരിക്കും. ആ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയാൽ അതോടുകൂടി അവസാനിക്കുന്നതാണോ നമ്മുടെ ആഗ്രഹം? അല്ല. ഒരാഗ്രഹം മനുഷ്യന് പൂർത്തിയായാൽ മറ്റൊരാഗ്രഹം അവന്റെ മനസ്സിൽ ജനിക്കുകയാണ്. പിന്നീട് അതിനുവേണ്ടി അവൻ അധ്വാനിക്കുന്നു, അതിനുവേണ്ടി അവൻ ഓടുന്നു, അതിനുവേണ്ടി അവൻ പരിശ്രമിക്കുന്നു. അല്ലെ? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആദമിന്റെ പുത്രന്റെ വായ അല്ലെങ്കിൽ അവന്റെ മനസ്സ് അത് നിറയുന്നത് അവന്റെ കണ്ണ് അല്ലെങ്കിൽ അവന്റെ കവിള് അവൻ മണ്ണിലേക്ക് ചേർത്ത് വെക്കുന്നതോടുകൂടിയാണ്. അഥവാ മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് വിരാമമുണ്ടാകുന്നത് അവന്റെ അവസാനത്തെ ആ ഒരു യാത്രയുടെ ഏറ്റവും ആദ്യത്തെ വീടാകുന്ന ഖബറിലേക്ക് അവനെ കൊണ്ടുപോയി വെക്കുന്ന സമയത്താണ് ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അവസാനിക്കുക. അതുവരെയും മനുഷ്യന്റെ ജീവിതത്തിൽ പുതിയ പുതിയ ആഗ്രഹങ്ങൾ ജനിച്ചുകൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ നമുക്കുണ്ടെങ്കിലും ഈ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ ജീവിതത്തിൽ നിർവഹിക്കുന്നത് അല്ലെങ്കിൽ ഇതിന് നമ്മൾ പരിശ്രമിക്കുന്നത് ഇതൊക്കെയും പൂർത്തിയായി കിട്ടുമെന്ന വലിയ ആഗ്രഹത്തോടു കൂടിയൊന്നുമല്ല. അല്ലെ? ചില ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങനെ കടന്ന് അത് പൂർത്തിയാകാതെ ഈ ലോകത്തോട് വിട പറയുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വീടെന്ന സ്വപ്നം ജീവിതത്തിൽ അതിനുവേണ്ടി പ്രവാസിയായി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണിയെടുത്ത് ആ വീട്ടിലേക്ക് താമസം മാറുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിട പറഞ്ഞ ആളുകളെ നമ്മൾ പലപ്പോഴും വാർത്തകളിലും നമ്മുടെ പരിചയത്തിലും കേട്ടവരാണ്.
വിവാഹപ്രായമെത്തിയ മകളുടെ വിവാഹത്തിന്റെ അന്ന് താൻ ഏറെ ആഗ്രഹിച്ച തന്റെ മകളെ മറ്റൊരാളുടെ കയ്യിലേക്ക് ചേർത്ത് പിടിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് ലോകത്തോട് വിട പറഞ്ഞ ബാപ്പയുടെ വാർത്തകൾ നമ്മൾ പലപ്പോഴും കേട്ടതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ ആഗ്രഹിച്ചതെല്ലാം പൂർത്തിയാക്കി പോകാൻ ഒരുപക്ഷെ ദുനിയാവിൽ നമുക്ക് സാധിക്കുക എന്നത് അതൊരിക്കലും കഴിയുന്നതല്ല എന്നതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സംഭവിക്കുമെന്നും ഒരിക്കലും തന്നെ ജീവിതത്തിൽ ഒരു നഷ്ടത്തിന്റെയും അല്ലെങ്കിൽ ഒരു പ്രയാസത്തിന്റെയും അവസരങ്ങൾക്ക് ഇട നൽകാത്ത വിധം നമ്മൾ കടന്നു പോകുമെന്നും ജീവിതത്തിൽ ഉറപ്പായും നമുക്ക് വരാനുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് പരലോക ജീവിതം എന്ന് പറയുന്നത്. ആരെല്ലാം നിഷേധിച്ചാലും, ആരെല്ലാം അതില്ല എന്ന് 1000 അല്ല 10,000 വട്ടം പറഞ്ഞാലും ഒരിക്കൽ അത് സംഭവിക്കും എന്ന് ജീവിതത്തിൽ ഉത്തമമായ ബോധ്യമുള്ളവരാണ് ഒരു വിശ്വാസി എന്ന് പറയുന്നത്. ഈ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ അധ്വാനിക്കുന്നതും നമ്മൾ കഷ്ടപ്പെടുന്നതുമൊക്കെ ഒരു മനുഷ്യായുസ് എന്ന് പറയുന്നത് മാ ബൈന 60 വ 70, 60ന്റെയും 70ന്റെയും ഇടയിലാണ്. അതോടുകൂടി തീരും. അള്ളാഹു നമുക്ക് തീരുമാനിച്ച ഒരു സമയമെത്തിയാൽ അതോടുകൂടി അവസാനിക്കുന്നതാണ് ദുനിയാവിന്റെ ആഗ്രഹങ്ങളും ദുനിയാവിന്റെ സ്വപ്നങ്ങളും. എന്നാൽ ഒരിക്കലും തന്നെ ജീവിതത്തിൽ അവസാനിക്കാത്ത, ഒരിക്കലും തന്നെ നിലച്ചു പോകാത്ത മറ്റൊരു ലോകം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട്. അത് പരലോകമാണ്, മരണാനന്തര ജീവിതമാണ് എന്ന് നമുക്ക് എത്രയോ വലിയ സത്യമായി ബോധ്യപ്പെട്ടതാണ്. പക്ഷേ ആ ലോകത്തിന് വേണ്ടി ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതും അധ്വാനിക്കുന്നതും എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുമ്പോഴാണ് പലപ്പോഴും പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് വളരെ സത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. അല്ലെ, നമ്മൾ വിശ്വാസികളാണ് എന്ന് പറയുമ്പോഴും, നമ്മൾ പരലോകത്തെ ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറയുമ്പോഴും, നമ്മൾ ദുനിയാവിനല്ല പരലോകത്തിന് വേണ്ടിയാണ് അധ്വാനിക്കുന്നത് എന്ന് പറയുമ്പോഴും, പക്ഷേ നമ്മുടെ മനസ്സിന്റെയും നമ്മുടെ ജീവിതത്തിന്റെയും ഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽആഖിറതു ഖൈറും വഅബ്ഖാ. പക്ഷേ അവർ ദുനിയാവിനാണ് ജീവിതത്തിൽ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. ദുനിയാവിന്റെ മോഹങ്ങളാണ് അവരുടെ ജീവിതത്തിൽ അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അറിയണേ, വൽആഖിറതു ഖൈറും വഅബ്ഖാ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, എന്നെന്നും ബാക്കിയാകുന്നത് അത് പരലോകം മാത്രമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലെ, ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും. പക്ഷേ ആ ദുനിയാവിന് ആഗ്രഹിക്കുന്നത് പോലെ, ആ ദുനിയാവിന് പണിയെടുക്കുന്നത് പോലെ ഒരിക്കലും അവസാനിക്കാത്ത ലോകത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, പണിയെടുക്കുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ആയത്ത് നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യം ശരിയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് എന്റെ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോ ഈ ഖുർആനിൽ അല്ലാഹു സൂചിപ്പിച്ചത് എന്നെയാണോ എന്ന് നമുക്ക് നമ്മളെ കുറിച്ച് ആലോചിക്കാൻ കഴിയണമെന്നാണ് ആമുഖമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ, സ്വഹാബത്ത് അവർ ജീവിതത്തിൽ ഈ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ആദ്യമായി കേട്ടവരും മനസ്സിലാക്കിയവരുമാണ്. അവർ ഈ ആയത്തുകളെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വീകരിച്ചത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ പരലോകത്തിന് പ്രാധാന്യം കൊടുത്ത് ദുനിയാവിന്റെ കാര്യങ്ങളോട് ജീവിതത്തിൽ വിരക്തി കാണിച്ച് ജീവിക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം സാധിച്ചു എന്നതാണ്. അല്ലെ, ഓരോ സ്വഹാബത്തിന്റെയും ജീവിതം നമ്മൾ ഇങ്ങനെ പരിശോധിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നൽകിയ ഉപദേശങ്ങളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തോട് ചേർത്ത് വെച്ച് ദുനിയാവിനെ നിസാരമായി കണ്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് പോയവരുടെ ചരിത്രമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, മഹാനായ റബീഅത്ത് ബിൻ കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് കടന്നു വന്ന് പ്രവാചകന് വുളു എടുക്കാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുത്ത് പ്രവാചകന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട സേവകനാണ്.
അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, റബീഅ, ജീവിതത്തിൽ വല്ല ആഗ്രഹവും ഉണ്ടെങ്കിൽ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്ന് എന്റെ കൂടെ നിന്ന് എന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകുന്ന വ്യക്തിയാണ് താങ്കൾ. താങ്കൾക്ക് എന്തെങ്കിലും ഒരാഗ്രഹം എന്നോട് പറയാനുണ്ടെങ്കിൽ, എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ, സൽ യാ റബീഅ, റബീഅ, താങ്കൾ ഒരു മടിയും കൂടാതെ ചോദിച്ചു കൊള്ളുക. പ്രിയപ്പെട്ടവരെ, റബീഅ റളിയല്ലാഹു അൻഹു ആ ചോദ്യം അങ്ങ് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒരു മറുപടി ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, നബിയേ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. ഉണ്ട് റസൂലേ, താങ്കളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണ് ആ ചോദ്യം എന്നറിയുമോ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയെ, താങ്കളുടെ കൂടെ അല്ലാഹുവിന്റെ ഉന്നതമായ സ്വർഗത്തിൽ ഇതാ ഇതുപോലെ ഒന്നിച്ചിരിക്കാൻ എനിക്കും സാധിക്കണം. നാളെ പരലോകത്ത് അമ്പിയാക്കന്മാരുടെ നേതാവായി, ഔലിയാക്കന്മാരുടെ നേതാവായി സ്വർഗത്തിന്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ താങ്കൾ ഇരിക്കുമ്പോ താങ്കളുടെ കൂടെ ഇതുപോലെ താങ്കളുടെ അടുത്തിരിക്കാൻ ഒരു അവസരം ഈ റബീഅക്കും തരണം നബിയേ. റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സൽ ഗൈറ ദാലിക യാ റബീഅ. റബീഅ, അതല്ല ചോദിക്കാൻ വേണ്ടി പറഞ്ഞത്. ദുനിയാവിന്റെ വല്ല ആഗ്രഹവുമുണ്ടോ? ദുനിയാവിൽ എന്തെങ്കിലും കുടുംബത്തിന് വേണ്ടി സമ്പത്തായി, മുതലായി ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ റബീഅ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്ക് റബീഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബി പറയുകയാണ്, ഹുവദാക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അത് മാത്രമാണ് നബിയെ എനിക്ക് ചോദിക്കാനുള്ളത്. ദുനിയാവിന്റെ ഒരു ആഗ്രഹവും റബീഅക്കില്ല നബിയെ. ദുനിയാവിൽ ഒരു രൂപ പോലും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല റസൂലേ. എനിക്ക് ആഗ്രഹമുള്ളത് നാളെ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഒരിടമാണ് നബിയേ. റബീഅ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി അതാണ്, അല്ലേ? പട്ടിണിയും പരിവട്ടവുമായിട്ട് ജീവിക്കുന്ന സ്വഹാബത്ത്, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവരാണ് പ്രവാചകന്റെ കൂടെയുള്ളവർ. പക്ഷേ ചോദിച്ചത് ദുനിയാവിന്റെ മുതലല്ല. അല്ലാഹുവിന്റെ റസൂലേ, നാളെ പരലോകത്ത് നിങ്ങൾ ഇങ്ങനെ സ്വർഗത്തിൽ ഇരിക്കുമ്പോ നിങ്ങളുടെ കൂടെ ഇതുപോലെ താങ്കളെ കണ്ടുകൊണ്ട് താങ്കളുടെ കൂടെ ഇരിക്കാൻ ഒരവസരം വേണം റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, എങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് താങ്കളുടെ നഫ്സിനെ സഹായിക്കണം. സുന്നത്തുകളായ നിസ്കാരങ്ങളും അതുപോലെയുള്ള ഇബാദത്തുകളും ചെയ്തുകൊണ്ട് താങ്കളുടെ നഫ്സിനെ സഹായിക്കുക റബീഅ. എങ്കിൽ ഒരു പക്ഷേ നാളെ റബ്ബിന്റെ സ്വർഗത്തിൽ എന്റെ കൂടെ ഉണ്ടാകാൻ താങ്കളെ അത് സഹായിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തിയത്, ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ പറഞ്ഞാൽ പോലും ദുനിയാവല്ല അവരുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത്, പരലോകമായിരുന്നു, സ്വർഗമായിരുന്നു. ജീവിതത്തിൽ ആ സ്വർഗത്തെ സ്വപ്നം കണ്ട് ആ സ്വർഗത്തിന് വേണ്ടി ജീവിതത്തിന്റെ മുഴുവൻ സമ്പത്തുകളും അതുപോലെ തന്നെ സന്താനങ്ങളും, എന്തിനധികം സ്വന്തം ജീവൻ പോലും മാറ്റിവെക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആ സ്വർഗവും നരകവും ജീവിതത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടു എന്നതാണ് അതിന്റെ ഉത്തരം, അല്ലേ? നമ്മളൊക്കെ സ്വർഗത്തെ കുറിച്ച് എത്ര കേട്ടതാ, നമ്മളൊക്കെ നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച് എത്ര കേട്ടതാ. പക്ഷേ സ്വഹാബത്തിന് ജീവിതത്തിൽ സ്വർഗം ബോധ്യപ്പെട്ടതുപോലെ, സ്വഹാബത്തിന് നരകം ജീവിതത്തിൽ ബോധ്യപ്പെട്ടതുപോലെ നമ്മുടെ മനസ്സുകളിലേക്ക് അത് ബോധ്യപ്പെടാൻ ഒരുപക്ഷെ നമുക്കുള്ള തൗഫീഖിന്റെ കുറവായിരിക്കാം. പലപ്പോഴും ജീവിതത്തിൽ ദുനിയാവിന് പ്രാധാന്യം കൊടുത്ത് ദുനിയാവിന്റെ ആളുകളായി നമ്മൾ മാറിപ്പോകുന്നത് എന്ന ഭയം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകാം. നോക്കൂ, നിങ്ങൾ സ്വർഗത്തെ കുറിച്ച് ജീവിതത്തിൽ അറിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അയാൾക്ക് ആ സ്വർഗത്തെ ജീവിതത്തിൽ കൊതിക്കാതിരിക്കാൻ കഴിയുക? സ്വർഗത്തിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരിക. പക്ഷെ എന്നിട്ടും അത് ജീവിതത്തിൽ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും ആ സ്വർഗത്തെ ജീവിതത്തിൽ ഒന്ന് ആഗ്രഹിക്കാനും ഒന്ന് ചോദിക്കാനും ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു എന്നത് നമ്മുടെ ഈമാനിന്റെ ദുർബലതയാണ്, അല്ലേ? സ്വർഗം ജീവിതത്തിൽ കൊതിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മിനിമം അവൻ ചെയ്യേണ്ടത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു ദിവസത്തിൽ ഒരു 3 തവണയെങ്കിലും ആ സ്വർഗത്തെ റബ്ബിനോട് ചോദിക്കണം.
ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ റബ്ബിനോട് അവൻ പ്രാർത്ഥിക്കണം. എങ്കിൽ ആ സ്വർഗവും നരകവും നാളെ പരലോകത്ത് അവന് വേണ്ടി റബ്ബിനോട് സംസാരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ്, മൻ സഅലല്ലാഹൽ ജന്നത സലാസ മറ, ആരെങ്കിലും അല്ലാഹുവിനോട് ഒരു ദിവസം 3 തവണ സ്വർഗം ചോദിച്ചാൽ, ഖാലത്തിൽ ജന്ന, സ്വർഗം അല്ലാഹുവിന്റെ മുമ്പിൽ പോയി പറയുമെന്നാണ്, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ ഈ മനുഷ്യനെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ നാഥാ. എല്ലാ ദിവസവും 3 തവണ സ്വർഗം ചോദിച്ച വ്യക്തിയാണ്. എല്ലാ ദിവസവും എന്നെ ജീവിതത്തിൽ ആവശ്യപ്പെട്ട മനുഷ്യനാണ്. അതുകൊണ്ട് അയാൾക്ക് നീ എന്നെ നൽകണേ എന്ന് സ്വർഗം റബ്ബിന്റെ മുമ്പിൽ പോയി സംസാരിക്കുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ ഹദീസിന്റെ ബാക്കിയിൽ പ്രവാചകൻ പറഞ്ഞു, വമനിസ്തജാറ മിനൻ നാരി സലാസ മറ, ആരെങ്കിലും അല്ലാഹുവിനോട് 3 തവണ നരകത്തിൽ നിന്ന് രക്ഷയാണ് ചോദിക്കുന്നതെങ്കിൽ, ഖാലത്തിന്നാർ, നരകം അല്ലാഹുവിന്റെ മുമ്പിൽ പോയി പറയുമെന്നാണ്, അല്ലാഹുമ്മ അജ്റുഹു മിനന്നാർ, അല്ലാഹുവേ അവനെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണേ റബ്ബേ. സ്വർഗവും നരകവും അള്ളാന്റെ മുമ്പിൽ പോയി നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ജീവിതത്തിൽ ഈ ഒരു ഇന്നത്തെ ദിവസം മാത്രം നമ്മൾ പരിശോധിച്ചാൽ, ഇന്നത്തെ സുബഹി നമസ്കാരം കഴിഞ്ഞ് മഗ്‌രിബും കഴിഞ്ഞ് അല്ലെ ഈ ഒരു സമയം വരെ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ എത്ര തവണ അല്ലാഹുവേ നിന്റെ സ്വർഗം എനിക്ക് തരണേ എന്ന് ജീവിതത്തിൽ ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തി എന്നത് വല്ലാത്തൊരു ചോദ്യമാണ്. അത് ചോദിക്കാൻ പോലും ജീവിതത്തിൽ പലപ്പോഴും മറന്നു പോകുന്ന ആളുകളായി നമ്മൾ മാറുന്നു എന്നത് നമ്മുടെ ജീവിതത്തിൽ ആ സ്വർഗത്തെയും നരകത്തെയും നമ്മൾ എത്രത്തോളം പരിഗണിച്ചിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗം ചോദിക്കുക എന്നതും നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കുക എന്നതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് നിർവഹിക്കുന്ന ബാധ്യതയാണ്. അല്ലേ, നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കാത്തത് കൊണ്ടാണ് എനിക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോയത് എന്ന് ജീവിതത്തിൽ മനസ്സിലാകുന്ന ഒരു സമയത്ത് എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? പഠിച്ചോനെ, ഞാൻ ദുനിയാവുന്നതൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ആ പ്രാർത്ഥനകൾ എന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇന്നെനിക്ക് ഈ ഒരു അവസ്ഥ വന്നുപോയത് എന്ന് പരലോകത്ത് വെച്ച് ഖേദിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായാൽ, പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ വലിയ നഷ്ടമെന്താണ്? അതുകൊണ്ട് ചോദിക്കാത്തത് കൊണ്ട് നമുക്കത് നഷ്ടപ്പെടരുത്, പ്രവർത്തിക്കാത്തത് കൊണ്ട് അത് നമുക്ക് നഷ്ടപ്പെടരുത്. ആ സ്വർഗത്തെയും ജീവിതത്തെയും അറിഞ്ഞ നമ്മൾ അത് കൃത്യമായി ഓരോ ദിവസവും റബ്ബിനോട് ചോദിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അല്ലേ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വർഗത്തെ നമുക്ക് വിവരിച്ചു തരികയാണ്. മലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു കണ്ണും കാണാത്ത ലോകമാണ് സ്വർഗം, ഒരു കാതും ഇതുവരെ കേൾക്കാത്ത ലോകമാണ് സ്വർഗം, ഒരു മനുഷ്യന്റെ മനസ്സുകൊണ്ട് ജീവിതത്തിൽ ഒന്നാലോചിക്കാൻ പോലും പറ്റാത്ത ലോകമാണ് സ്വർഗം. ഒരു മനുഷ്യന് മനസ്സിൽ ഇങ്ങനെ ഒന്ന് ആലോചിക്കാൻ പോലും കഴിയില്ല സ്വർഗം എന്താണ്. അത്രമേൽ വിശാലമാണ് അല്ലാഹുവിന്റെ സ്വർഗം. അതുകൊണ്ടാണല്ലോ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ നിന്റെ സ്വർഗത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും ചെറിയ അനുഗ്രഹം എന്താണ്? നരകത്തിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും ചെറിയ ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അല്ലെ? നരകത്തിൽ ഒരു ചെരുപ്പ് ധരിപ്പിക്കലാണ്. ആ ചെരുപ്പ് ധരിപ്പിക്കുന്നതോടുകൂടി ശരീരത്തിലേക്ക് അതിന്റെ ചൂട് കത്തിക്കയറി മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥിയായ തലയോട്ടി പോലും അത് പൊട്ടിപ്പോയി തലച്ചോറ് ചോർന്നൊലിക്കുന്ന രൂപത്തിലേക്ക് ഒരു മനുഷ്യന്റെ ശരീരം മാറിപ്പോകും. ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതേ പ്രവാചകൻ പറഞ്ഞു, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ലോകരക്ഷിതാവായ അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സഅല മൂസാ റബ്ബഹു മാ അദ്നാഹു ലിൽ ജന്നതി മൻസിലാ. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ നിന്റെ സ്വർഗത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും ചെറിയ പ്രതിഫലം എന്താണ് റബ്ബേ? ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു പറയുകയാണ്, ഓ മൂസാ ഹുവ റജുലുൻ യജീഉ ബഅദമാ അദ്ഖില അഹ്ലുൽ ജന്നത്തിൽ ജന്ന.
സ്വർഗത്തിലേക്കുള്ള എല്ലാ ആളുകളും പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനമായി അതാ ഒരാള് സ്വർഗത്തിന്റെ മുമ്പിലേക്ക് വന്നു നിൽക്കുകയാണ്. അയാളാണ് ഇനി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ളത്. അയാൾ കൂടി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നീട് ഒരാൾക്കും തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. അയാൾ അവസാനത്തെ വ്യക്തിയാണ്. അയാൾ ഇങ്ങനെ വന്നു നിൽക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് പറയുമത്രേ, ഓ മനുഷ്യ, ഉദ്ഖുലിൽ ജന്ന, നീ എന്റെ സ്വർഗത്തിലേക്ക് കയറിക്കോ, നീ എന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുമത്ര റബ്ബിനോട്, ഐ റബ്ബി കൈഫ വഖദ് നസലന്നാസ മനാസിലഹും, അല്ലാഹുവേ, ഞാൻ എന്തിനാണ് ഈ സ്വർഗത്തിലേക്ക് കയറുന്നത്? ഞാൻ എന്തിനാണ് ഈ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്? സ്വർഗത്തിലേക്കുള്ള എല്ലാവരും അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞില്ലേ നാഥാ? എല്ലാവരും അവരുടെ അനുഗ്രഹങ്ങൾ വീതം വെച്ചെടുത്തില്ലേ? ഇനി ഞാൻ എന്തിനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്? അവിടെ എനിക്കെന്താണ് റബ്ബേ ബാക്കിയുള്ളത്? ആ സമയത്ത് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, എങ്കിൽ അതർലാ അൻ യകൂന ലക മിസ്ലു മലകിൻ മിൻ മുലൂകിദ് ദുനിയാ, ഓ മനുഷ്യ, നാളെ പരലോകത്ത് നീ സ്വർഗത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് ആ സ്വർഗത്തിൽ നീ കാലെടുത്ത് വെച്ചാൽ നിനക്കിതാ അതർലാ അൻ യകൂന ലക മിസ്ലു മുൽക്കി മലികിൻ മിൻ മുലൂകിദ് ദുനിയാ, ദുനിയാവിലൊരു രാജാവ് അനുഭവിച്ചിരുന്ന, ദുനിയാവിലൊരു കൊട്ടാരവും പരിവാരങ്ങളും എല്ലാം അടക്കി ഭരിച്ച ഒരു രാജ്യത്തിന്റെ രാജാവിനുണ്ടാകുന്ന മുഴുവൻ സുഖങ്ങളും സൗകര്യങ്ങളും ഞാൻ എന്റെ കൊട്ടാരത്തിൽ നിനക്ക് തന്നാൽ അതുകൊണ്ട് നീ തൃപ്തിപ്പെടുമോ മനുഷ്യ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസിൽ അല്ലാഹു ചോദിക്കുമെന്നാണ്. അല്ലാഹു ചോദിക്കുത്രേ, ദുനിയാവിന് രാജാവിന് കൊടുത്ത എല്ലാ സുഖവും സൗകര്യവും അത് നിനക്ക് ഞാൻ എന്റെ സ്വർഗത്തിൽ തരാം, അതുകൊണ്ട് നീ തൃപ്തിപ്പെടും. ആ സമയത്ത് അദ്ദേഹം തിരിച്ചു പറയുകയാണ്, അല്ലാഹുവേ, റളീതു റബ്ബി, ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെടുന്നാതാ. കാരണം ജീവിതത്തിൽ ഒന്നും ലഭിക്കില്ല എന്ന് വിചാരിച്ചു വന്നവനാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ ഈ ദുനിയാവിലുള്ള ഒരു രാജാവ് അനുഭവിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളും തന്നാൽ അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്നതാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറയുമത്രേ, എങ്കിൽ ലകദാലിക, നിനക്കതുപോലെയുള്ളതുണ്ട്. വമിസ്ലഹു 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 വഖാല ഫിൽ ഖാമിസ, 5 തവണ അല്ലാഹു പറയുന്നതാണ്. അതിന്റെ ഇരട്ടിയുണ്ട്, അതിന്റെ ഇരട്ടിയുണ്ട്, അതിന്റെ ഇരട്ടിയുണ്ട്. ഇങ്ങനെ 5 തവണ അല്ലാഹു അദ്ദേഹത്തോട് പറയുന്നതാണ്. 5ാമത്തെ തവണ ഇത് പറയുമ്പോ സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചു വന്നത് സ്വർഗത്തിലേക്ക് ഏറ്റവും അവസാനമായി പ്രവേശിക്കുന്ന ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹത്തെ കുറിച്ച് അയാളോട് അദ്ദേഹം അല്ലാഹു ചോദിക്കുമെന്നാണ്, ദുനിയാവിലെ രാജാവ് അനുഭവിച്ച എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും എന്റെ സ്വർഗത്തിൽ തരാം, അതുകൊണ്ട് നീ തൃപ്തിപ്പെടും. അദ്ദേഹം പറയുന്നതാണ്, റളീതു റബ്ബി, പടച്ചോനെ, അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടും. ആ സമയത്ത് അല്ലാഹു വീണ്ടും പറയുമത്രേ, എങ്കിൽ ലകദാലിക വമിസ്ലുഹു വമിസ്ലുഹു വമിസ്ലുഹു, നിനക്ക് അതുപോലെയുണ്ട്, അതുപോലെയുണ്ട്, അതുപോലെയുണ്ട്. അഥവാ ആ ഇരട്ടികൾ, അതിന്റെ 5 ഇരട്ടി നിനക്ക് എന്റെ സ്വർഗത്തിലുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം വീണ്ടും പറയുന്നതാണ്, റളീതു റബ്ബി, പടച്ചോനെ, അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു നാഥാ, അതെനിക്ക് മതിയായതാണ്. അല്ലാഹു അവസാനിപ്പിച്ചില്ല എന്നാണ്. അല്ലാഹു പറയുമത്രേ, വൽഹാദാ ലക വഅശ്റതു അംസാലിഹി, ഈ പറഞ്ഞ 5 ഇരട്ടി നിനക്കുണ്ട്, അതിന്റെ കൂടെ 10 ഇരട്ടി കൂടി ഞാൻ നൽകുന്നതാണ്. ആ സമയത്തും അദ്ദേഹം പറയുമത്രേ, റളീതു റബ്ബി, പടച്ചോനെ, ഞാൻ തൃപ്തിപ്പെട്ടു നാഥാ, അതെനിക്ക് മതിയായതാണ്. അല്ലാഹു അവസാനിപ്പിച്ചില്ല. അല്ലാഹു പറയുന്നത്, വലക മസ്തഹതു നഫ്സുക വലദ്ദത് ഐനുക, നീ നിന്റെ നഫ്സ് കൊണ്ട് ജീവിതത്തിൽ ഇനി എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവനും നിനക്ക് വേണ്ടിയുള്ളതാണ് സ്വർഗത്തിൽ. നീ നിന്റെ കണ്ണുകൊണ്ട് എന്തൊക്കെയാണോ കാണുന്നത് അത് മുഴുവനും നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ് സ്വർഗത്തിൽ. സ്വർഗത്തിലേക്ക് കയറിയതോടുകൂടി പിന്നെ നീ എന്തൊക്കെയാണോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അത് മുഴുവനും നിനക്കാണ്. കണ്ണെത്താ ദൂരത്തിൽ സ്വർഗത്തിൽ എന്തൊക്കെ കാണുന്നുണ്ടോ അതെല്ലാം നിനക്ക് വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അവസാനം സ്വർഗത്തിൽ കയറുന്ന ഒരു മനുഷ്യനോട് പറയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് സ്വർഗത്തിൽ ഏറ്റവും ചെറിയ അനുഗ്രഹമെങ്കിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച അല്ലേ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യമായി ആ സ്വർഗ്ഗത്തിന്റെ കവാടത്തിന്റെ മുമ്പിൽ വന്ന് സ്വർഗ്ഗം തുറന്നു കൊടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആദ്യം കയറുന്നത്. ആ പ്രവാചകന്റെയും പ്രവാചകന്റെ സ്വഹാബത്തിന്റെയും ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെയും സത്യവിശ്വാസികളുടെയും ഒക്കെ പ്രതിഫലങ്ങൾ എത്രത്തോളമായിരിക്കുമെന്നത് ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാനുള്ളത് എന്ന ബോധം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാൻ ഒരു ഇത്തിരി സ്ഥലമാണ് മനുഷ്യരെ നിങ്ങൾക്ക് കിട്ടിയത് എങ്കിൽ അതാണ് ഈ ദുനിയാവും അതിലുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അല്ലേ, ഇത് അല്ലാഹുവിന്റെ റസൂല് കേവലം ഒരു വെറുമ്പാക്ക് പറഞ്ഞതല്ല, ഒരു ആലങ്കാരികമായി തമാശക്ക് പറഞ്ഞതല്ല, മറിച്ച് അത് സത്യമാണ്. ഈ ദുനിയാവിൽ അല്ലെ ഒരു ചെരുപ്പ് വെക്കാനുള്ള സ്ഥലം നമ്മളൊന്ന് അങ്ങനെ ആലോചിച്ചാൽ അത്രയും സ്ഥലമാണ് ഒരാൾക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കിട്ടിയത് എങ്കിൽ അത് ഈ ദുനിയാവും അതിലുള്ള എല്ലാം കിട്ടുന്നതിനേക്കാൾ ഖൈറ് ആ ചെറിയ സ്ഥലമാണ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ എന്താണ് ആ സ്വർഗത്തിന്റെ മഹത്വം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആ സ്വർഗം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കണം. അത് നഷ്ടപ്പെട്ടാൽ അതാണ് ലോകത്തെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എല്ലാവർക്കൊന്നും ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. ആ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട ചില നന്മകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലെ, അല്ലാഹു റസൂലിനോട് ചോദിച്ചല്ലോ, ഏറ്റവും കൂടുതൽ ആളുകളെ ആ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന നന്മ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഉത്തരാണ് അതിൽ കൊടുത്തത്. അല്ലെ, അല്ലാഹു റസൂൽ പറയാണ്, അല്ലാഹു റസൂലിനോട് ചോദിച്ചു, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അക്തരി മാ യുദ്ഖിലുൻ നാസൽ ജന്ന. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്വർഗം ലഭിക്കാൻ കാരണക്കാരനാകുന്ന അവരുടെ ജീവിതത്തിലെ നന്മ എന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാ, തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുൽഖ്. ഒന്ന് അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന തഖ്വയാണ്, രണ്ടാമത്തതൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സൽസ്വഭാവമാണ്. ഈ രണ്ട് കാര്യമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പോകാനുള്ള കാരണം എന്നാണ്. ഒന്ന് തഖ്വ ഉണ്ടാകുക, അല്ലെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹ് പറഞ്ഞതുപോലെ ഹറാമുകളിൽ നിന്ന് മാറി നിന്ന് ഹലാലുകൾ മാത്രമായി ജീവിതത്തിൽ മുന്നോട്ട് പോകുക. അത് കച്ചവട രംഗത്താണെങ്കിലും കുടുംബരംഗത്താണെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ഏതേത് മേഖലകളിലാണെങ്കിലും അല്ലാഹ് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ജീവിതത്തിൽ ഒരു അടി പോലും വെക്കാതെ ആ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മനസ്സുണ്ടോ എങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന ഒരു ഗുണമാണ് അത് എന്നാണ്. രണ്ടാമത്തത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ വളരെ നിമിഷങ്ങളായ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ചെറിയ ചെറിയ സമയങ്ങൾ കൊടുത്താൽ മാത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് ഹുസ്നുൽ ഖുൽഖ്. ആളുകൾ ഇഷ്ടപ്പെടുന്ന, അല്ലാഹു റസൂൽ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു സ്വഭാവത്തിന്റെ ആളുകളായി നമ്മൾ മാറുക എന്നുള്ളതാണ്. അല്ലെ, വളരെ സിമ്പിളായി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന രണ്ട് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് രണ്ടാമത്തെ ഒരു മേഖലയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നന്മകളെയൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്ത തിന്മകളുടെ കൂട്ടത്തിൽ നിസാരമെന്ന് നമ്മൾ വിചാരിക്കുകയും പക്ഷെ പലപ്പോഴും പരലോകത്ത് വലിയ അപകടകാരികളായി കടന്നു വരികയും ചെയ്യുന്ന നമ്മുടെ ദൂഷ്യ സ്വഭാവങ്ങൾ. അത് ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അല്ലെ, നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സൽസ്വഭാവങ്ങളും ദുസ്വഭാവങ്ങളും അത് ജീവിതത്തിൽ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നു. ഒരു ഹദീസിൽ സ്വർഗത്തിൽ വിവിധങ്ങളായ ഭാഗങ്ങളിൽ വീടുകൾ ലഭിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞ ഹദീസ് നമുക്കറിയാം. അല്ലെ, 3 വിഭാഗത്തെ അല്ലാഹു റസൂൽ എന്താണ്? അത് 3ഉം ഒരു മനുഷ്യന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ്. ആ സ്വഭാവത്തെ രൂപീകരിക്കുന്നിടത്ത് ഒരു ചെറിയ ശ്രദ്ധ കൊടുത്താൽ അത് സ്വർഗത്തിൽ ഒരു വീട് തന്നെ കിട്ടാൻ കാരണമാകുന്ന നന്മയാണ് എന്നാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, അന സഈമും ബിബൈതിൻ ഫീ റബ്ലിൽ ജന്ന. മനുഷ്യരെ, ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ആർക്കാണ് ആ ഉറപ്പെന്നറിയുമോ? തീർച്ചയായും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ
ഒരു വീടുണ്ട് എന്നതിനാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആർക്കാണ് ആ വീടുള്ളത്? ഒന്നാമത്തെ വീട് ഫീ റബ്ദിൽ ജന്ന, സ്വർഗത്തിന്റെ ചുറ്റുഭാഗത്താണ് ആ വീടുള്ളത്. ആ വീട് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖാ, ആരാണോ ജീവിതത്തിൽ തന്റെ ഭാഗത്ത് ന്യായമുണ്ടായിട്ടും തർക്കമെന്ന് പറയുന്ന സ്വഭാവത്തെ ഒഴിവാക്കുന്നത്, അവനാണ് ആ വീട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ജീവിതത്തിൽ തർക്കിക്കുക എന്നുള്ളത് പലപ്പോഴും മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുസ്വഭാവമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആൾക്കാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, വർത്താനം പറയാം, അതൊരു വലിയ സംഭവമായിട്ടാണ് പലപ്പോഴും ആളുകൾ കാണാറുള്ളത്. എന്നിട്ടിങ്ങനെ പറയും, ഞാൻ വലിയ ദേഷ്യക്കാരനാണ്, എന്നോട് അങ്ങനെ ആരും സംസാരിക്കണ്ട, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്നൊക്കെ പറഞ്ഞ് അതൊരു അഭിമാന ബോധത്തോടു കൂടി കാണുന്ന ആളുകളാണ് പലപ്പോഴും സമൂഹത്തിലുള്ളത്. എന്നാൽ അല്ലാഹു റസൂൽ പറയാ, ദേഷ്യം എന്ന് പറയുന്നത്, കോപം എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ ഒരു ദുസ്വഭാവമാണ്, അല്ലെ? അതുകൊണ്ടാണല്ലോ പ്രവാചകന്റെ മുമ്പിലേക്ക് ഉപദേശങ്ങൾ ചോദിച്ചു വന്ന സ്വഹാബിയോട് അല്ലാഹു റസൂൽ പറഞ്ഞത്, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, അല്ലാഹു റസൂലേ വേറൊരു ഉപദേശമുണ്ട്, ലാ തഗ്ളബ് ഫറദ്ദദ മിറാറൻ, പ്രവാചകൻ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു, നീ കോപിക്കരുത്, നീ ആളുകളോട് ദേഷ്യപ്പെടരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു നന്മയാണ്. ആ നന്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്, വഇൻ കാന മുഹിഖാ, നിന്റെ ഭാഗത്താണ് 100% ന്യായമെങ്കിലും നീ ജീവിതത്തിൽ തർക്കമൊഴിവാക്കാൻ തയ്യാറാണോ എങ്കിൽ അള്ളാന്റെ സ്വർഗത്തിൽ അനക്കൊരു വീടുണ്ട് എന്നാണ്, അല്ലെ? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പലപ്പോഴും ആളുകൾ തർക്കിക്കാറുണ്ട്. ഒന്ന് വിട്ടുകൊടുക്കാനും ഒന്ന് പുറത്തു കൊടുക്കാനും പലപ്പോഴും ആളുകൾക്ക് ജീവിതത്തിൽ സാധിക്കാറില്ല. അയൽവാസികളായിട്ടുള്ള, കുടുംബക്കാരായിട്ടുള്ള ഇങ്ങനെയുള്ള ആളുകൾ ജീവിതത്തിൽ ഒരു വാക്കിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ഇഞ്ചി ഭൂമിയുടെ പേരിൽ ഇങ്ങനെ ജീവിതത്തിൽ തന്റെ ഭാഗത്ത് ന്യായമുണ്ടായിട്ടും ആ ന്യായം പരിഗണിച്ച് അവന് ഇട്ടുകൊടുക്കാൻ, അവന് ഞാൻ ഒഴിവാക്കി കൊടുക്കാൻ തയ്യാറാണ്. അതിന്റെ പേരിൽ ഇനി ഒരു സംസാരം വേണ്ട, അതിന്റെ പേരിൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറ്റണ്ട എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ എടുത്തള എന്ന് പറഞ്ഞ് ജീവിതത്തിൽ തന്റെ ഭാഗത്ത് തനിക്ക് അവകാശപ്പെട്ടതായിട്ട് പോലും ആ തർക്കം ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി അതൊന്ന് ഒഴിവാക്കി കൊടുത്താൽ അല്ലാഹു റസൂൽ പറയാ, കാര്യം ജീവിതത്തിൽ നിസ്സാരമാണ്, പക്ഷേ പരലോകത്തതിന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലൊരു വീടാണ്, അല്ലെ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ വർത്താനം പറഞ്ഞ് ജീവിതത്തിൽ തർക്കിക്കുന്ന ആളുകൾ, അവിടെ ഒരുപക്ഷെ ഭാര്യയുടെ അടുക്കൽ 100% ന്യായമുള്ള ഒരു കാര്യം ഭർത്താവ് തെറ്റിദ്ധരിച്ച് ദേഷ്യപ്പെടുമ്പോ തിരിച്ച് മറുത്ത് ഭർത്താവിന്റെ മുകളിൽ കയർത്ത് സംസാരിക്കുകയല്ല, മറിച്ച് അദ്ദേഹത്തോട് ഞാനിപ്പോ അത് പറഞ്ഞാൽ മനസ്സിലാകില്ല, അതുകൊണ്ട് ഇപ്പൊ ഞാൻ മിണ്ടാതിരിക്കുക. അദ്ദേഹത്തിന്റെ ദേഷ്യമൊക്കെ മാറിയിട്ട് മെല്ലെ പോയിട്ട് നിങ്ങളാ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അതങ്ങനെ അല്ലട്ടോ, ജീവിതത്തിൽ നിങ്ങൾക്ക് അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് സംസാരിച്ചത്, ശരിക്കും ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് അത് ജീവിതത്തിൽ ബോധ്യപ്പെടുത്തി ഒരു തർക്കത്തിന്റെയും ഒരു ദേഷ്യത്തിന്റെയും അവസരത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരാൾ തയ്യാറായോ, അയാൾക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉറപ്പ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കാൻ പറ്റും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത്തരം ചെറിയ കാര്യങ്ങളെ ഗൗരവത്തോടു കൂടി കാണാൻ പറ്റും നമുക്ക്, അല്ലേ? നോക്കൂ നിങ്ങൾ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം അല്ലാഹു റസൂൽ പറഞ്ഞു, വബിബൈതിൻ ഫീ വസതിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ നടുഭാഗത്ത് ഒരു വീടുണ്ട് എന്ന് ഞാനിതാ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ആർക്കാണ് ആ വീടെന്നറിയുമോ? ലിമൻ തറകൽ കദിബ വ ഇൻ കാന മാസിഹാ, തമാശക്കാണെങ്കിൽ പോലും ജീവിതത്തിൽ കളവ് പറയില്ല എന്ന് തീരുമാനിക്കാൻ കഴിയുന്നവർക്ക്, അല്ലെ? തമാശക്ക് പോലും ഞാനൊരു നുണ പറയില്ല എന്ന് ജീവിതത്തിൽ തീരുമാനിക്കാൻ പറ്റുമോ എങ്കിൽ സ്വർഗത്തിൽ ഒരു വീടുണ്ട്. ഇന്ന് നുണ എന്ന് പറയുന്നത്, കളവ് എന്ന് പറയുന്നതൊക്കെ ജീവിതത്തിൽ അത്ര വലിയ തെറ്റായി ആരും കാണുന്നില്ല. അതൊക്കെ ഇപ്പൊ ആരാ പറയാത്തത്? അതൊക്കെ ഇപ്പൊ ആരാ ചെയ്യാത്തത്? അല്ലെ? ഇങ്ങനെ ജീവിതത്തിൽ കളവ് എന്ന് പറയുന്നത് അത് നോർമലൈസ് ചെയ്യപ്പെട്ട് അതൊന്നും ഇപ്പൊ ഒരു തിന്മയെ അല്ലാതായിക്കൊണ്ടിരിക്കും. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാ, തമാശക്ക് പോലും ഒരാളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, കളവായിട്ടൊന്നല്ല, ഒരാളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ നുണന്ന് പറഞ്ഞു, അതുപോലും ജീവിതത്തിൽ ശ്രദ്ധിക്കാമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ എങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു വീട് തരാം, അതും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അല്ലെ? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് ശ്രദ്ധിച്ചു തുടങ്ങണം അത്തരം കാര്യങ്ങളിൽ.
ഒരു മാതാവും ഒരു പിതാവും സ്വന്തം മക്കളോട് പോലും ജീവിതത്തിൽ ഒരു കളവ് പറയുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നുണ്ട് അല്ലേ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നിടത്ത് എത്രത്തോളം ഒരു കളവിനെ നമ്മൾ ശ്രദ്ധിക്കണമെന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾ നമുക്ക് കിട്ടുകയാണ്. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയായിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മ അബ്ദുല്ലാ എന്ന് വിളിച്ചുകൊണ്ട് കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് സ്വന്തം മകനെ വിളിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ കാണുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഉമ്മ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം പിടിച്ച് നിങ്ങളുടെ മകൻ അടുത്തു വന്നാൽ അത് കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണോ നിങ്ങൾ ആ മോനെ വിളിച്ചത്? ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞു എന്നാണ് നബിയെ, അതെ, എന്റെ കയ്യിൽ ഒരു കാരക്കയുടെ കഷ്ണമുണ്ട്. എന്റെ കുട്ടി അടുത്ത് വന്നാൽ ആ കാരക്കയുടെ കഷ്ണം കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ അവരെ വിളിച്ചത് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉമ്മ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാതെ നിങ്ങളുടെ കുട്ടി ഒന്ന് അടുത്ത് വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നിങ്ങളുടെ മകനെ അവനെ പറ്റിക്കാൻ വേണ്ടി, അവനെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അങ്ങനെ കൈ ചുരുട്ടി പിടിച്ചിരുന്നത് എങ്കിൽ നാളെ പരലോകത്ത് നിങ്ങളൊന്നും കൊടുക്കാതെയാണ് അവനെ വിളിച്ചത് എങ്കിൽ, അവനെ പറ്റിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങളുടെ മേൽ അല്ലാഹു അതൊരു കളവായി രേഖപ്പെടുത്തും. അല്ലേ? പഠിപ്പിക്കണം, നിങ്ങളെ മേൽ അല്ലാഹു അതൊരു കളവായി രേഖപ്പെടുത്തും. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്വന്തം മക്കളോട് പോലും ജീവിതത്തിൽ അത്തരമൊരു കളവിന്റെ വാചകം പറഞ്ഞിട്ടില്ല, ഒന്ന് കാണിച്ചിട്ടേ ഉള്ളൂ. അല്ലെ? ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. ആ കൈ ചുരുട്ടി പിടിക്കുന്നത് മകൻ കാണുമ്പോ അവൻ ആലോചിക്കുകയാണ്, ഉമ്മയുടെ കയ്യിൽ എന്തോ ഒന്നുണ്ട്, അത് കിട്ടും ഞാൻ ചെന്നാൽ. എന്നാൽ കടന്നു വരുന്ന സമയത്ത് ആ കയ്യിലുള്ളതൊന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു എന്ന് അവന് ബോധ്യപ്പെടുമ്പോ, എന്റെ ഉമ്മ എന്നെ പറ്റിച്ചതാണല്ലോ, എന്റെ ഉമ്മ എന്നോട് കളവ് പറഞ്ഞതാണല്ലോ എന്ന് ജീവിതത്തിൽ ആ കുഞ്ഞ് മനസ്സിലാക്കുമ്പോ, ഉമ്മ, നിങ്ങൾക്ക് അതൊരു കളവായി റബ്ബ് രേഖപ്പെടുത്തുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭക്ഷണം കഴിക്കാത്ത കുട്ടിയുടെ മുമ്പിൽ ഫോണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ്, ഭക്ഷണം കഴിച്ചാൽ മിഠായി തരാമെന്ന് പറഞ്ഞ്, ജീവിതത്തിൽ ഒരു കാര്യം പറഞ്ഞ് അവൻ അതുപോലെ ചെയ്തിട്ട് അവസാനം അത് കൊടുക്കാതെ ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് മക്കളെ പറ്റിക്കുന്ന ഒരു സ്വഭാവം ജീവിതത്തിലുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, അത് എന്റെ കുട്ടിയോടല്ലേ, എന്റെ കുഞ്ഞിനോടല്ലേ എന്നതൊന്നും റബ്ബ് പരിഗണിക്കില്ല, അതൊരു കളവായി റബ്ബ് രേഖപ്പെടുത്തുന്ന. അല്ലെ? നമ്മൾ പലപ്പോഴും പറയാനുള്ളത് എന്റെ കുട്ടിനോടല്ലേ, എന്റെ കുട്ടിനോട് ഇപ്പം കളവ് പറഞ്ഞ എന്താ പ്രശ്നം എന്നൊക്കെയാണ് ജീവിതത്തിൽ നമ്മൾ ആലോചിക്കാറുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, കൊടുക്കാന്നൊരു കാര്യം പറഞ്ഞിട്ട് കുട്ടിയെ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം. അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നതേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് അവനെ വിളിക്കാൻ പാടുള്ളൂ. അതുപോലും ഒരു കളവിന്റെ മേഖലയിൽ ശ്രദ്ധിക്കണമെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ജീവിതത്തിൽ നിസാരമെന്ന് വിചാരിക്കുന്ന ഒരു കളവ് പോലും ഞാൻ ചെയ്യില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അവർക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ട്. പ്രിയപ്പെട്ടവരെ, ചെറുത് എന്ന് നമ്മൾ വിചാരിക്കുന്നത് പ്രതിഫലം വലുതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്താൻ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വബിബൈതിൻ ഫീ അലൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തൊരു വീടുണ്ട് എന്ന് ഞാനിതാ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ആർക്കാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലിമൻ ഹസുന ഖുൽഖുഹു, ആരാണോ ഇങ്ങനെ തന്റെ സ്വഭാവത്തെ എല്ലാം നന്നാക്കുന്നത് അവന് സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗം ഒരു വീട് തരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ്. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ സ്വർഗത്തിലൊരു വീട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആ നന്മയുടെയൊക്കെ മഹത്വവും അതിന്റെ ഗൗരവവും ഒക്കെ എത്രത്തോളമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ മനസ്സിലാക്കണം. ഇങ്ങനെ നല്ല സ്വഭാവമുള്ള ആളുകളായി നമ്മൾ മാറുക എന്നുള്ളതാണ്. അല്ലെ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവം നല്ലതാണോ എന്ന് നമുക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും. ഞാൻ ഇപ്പൊ നല്ലൊരാളാണ്, ഞാൻ ഇപ്പൊ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ജീവിതത്തിൽ ഏറ്റവും ഖൈറായിട്ടുള്ള സൽസ്വഭാവത്തോടു കൂടി പെരുമാറുന്നവനാണോ എന്ന ഒരു ചോദ്യം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളോട് തന്നെ ഉണ്ടാവും. അല്ലാഹുവിന്റെ റസൂല് അതിനും പരിഹാരം പറഞ്ഞു. ഒരാൾ നല്ലവനാണോ ഒരാൾ ചീത്തവനാണോ എന്ന് പരിശോധിക്കാനുള്ള മാർഗം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഖാല റജുലുൻ യാ റസൂലല്ലാഹ് കൈഫ ലി അൻ അഅലമ ഇദാ അഹ്സൻതു ഔ അസൈതു,
അള്ളാന്റെ റസൂലേ, ഞാനൊരു നല്ലവനാണോ ഞാനൊരു മോശപ്പെട്ടവനാണോ എന്ന് ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് തിരിച്ചറിയുക നബിയേ? അള്ളാന്റെ റസൂല് പറയുകയാണ്, അതിനൊരു മാർഗമുണ്ട്. ഫൈദാ സമിഅത ജീറാനക യഖൂലൂന ഖദ് അഹ്സൻത ഫഖദ് അഹ്സൻത. നീ നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന നിന്റെ അയൽവാസികളുണ്ടല്ലോ, അവരോട് പോയിട്ട് ചോദിച്ചു നോക്കണം. അതല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് അഭിപ്രായം അറിയണം. നിന്റെ അയൽവാസി നിന്നെ കുറിച്ച് ചോദിക്കുമ്പോ അവർ പറയുകയാണ്, നീ ഏറ്റവും നല്ല ഒരു വ്യക്തിയാണ്, നീ നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് എന്നാണോ അവർ നിന്നെ കുറിച്ച് പറഞ്ഞത്, എങ്കിൽ മനസ്സിലാക്കിക്കോ, ഫഖദ് അഹ്സൻത, നീ നല്ല ഒരു മനുഷ്യൻ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഇനി അതല്ല, വഇദാ ഖാല സമിഅത ജീറാനക യഖൂലൂൻ ഖദ് അസഅത ഫഖദ് അസഅത. നിന്റെ അയൽവാസിയോട് നിന്നെ കുറിച്ച് ചോദിച്ചപ്പോ സംഭവം ആളൊക്കെ ഉഷാറാണ്, പക്ഷേ ഞങ്ങളോട് പലപ്പോഴും ജീവിതത്തിൽ മോശമായി പെരുമാറുന്നവനാണ്, ഞങ്ങളെ പലപ്പോഴും ഉപദ്രവിക്കുന്നവനാണ്, ആളുകൾക്കിടയിൽ നല്ലവനാണെങ്കിലും അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു മോശപ്പെട്ട സ്വഭാവത്തിന്റെ ഉടമയാണ് എന്നാണോ അയൽവാസി നിന്നെ കുറിച്ച് പറഞ്ഞത്? മനസ്സിലാക്കിക്കോ, ഫഖദ് അസഅത, നീ മോശപ്പെട്ടവൻ തന്നെയാണ്. പറയാം, അയൽവാസിനോട് ചോദിച്ചാൽ മതി, ഞാൻ മോശപ്പെട്ടവനാണോ ഞാൻ നല്ലവനാണോ? അയൽവാസിന്റെ സർട്ടിഫിക്കറ്റ് ആണ് പരലോകത്തുള്ള പരിഗണിക്കുക, അല്ലേ? എല്ലാവർക്കിടയിൽ ഉഷാറായിരിക്കും, നാട്ടുകാർക്കിടയിൽ ഉഷാറാണ്, അതുപോലെ തന്നെ പള്ളിയിൽ ഉഷാറാണ്. പക്ഷേ അയൽവാസികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ അയൽവാസികൾക്ക് നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണോ അതിനനുസരിച്ചാണ്. കാരണം അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അടുക്കൽ വന്ന് അയൽവാസികളോടുള്ള കടമകളും ബാധ്യതകളും എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു പോയി, ഏറ്റവും അവസാനം നീ മരിച്ചു കഴിഞ്ഞാൽ മുഹമ്മദേ, നിന്റെ സമ്പത്തിൽ നിന്ന് അയൽവാസിക്കും ഒരു ഓഹരി കൊടുക്കണം. നിന്റെ ആ ഒരു മയ്യത്ത് കബറടക്കി ആളുകൾ പിരിഞ്ഞു പോകുമ്പോ നിന്റെ മീറാസിൽ നിന്ന്, നിന്റെ അനന്തരാവകാശത്തിൽ നിന്ന് നിന്റെ അയൽവാസിക്കും ഒരു ഓഹരിയുണ്ട് എന്ന് ജിബ്രീൽ പറയുമോ എന്ന് വരെ ഞാൻ ആലോചിച്ചു പോയി. അത്രത്തോളം അയൽവാസിയുടെ കാര്യം എന്നോട് ജീവിതത്തിൽ ഓർമ്മപ്പെടുത്തി എന്ന്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അയൽവാസിയോട് അത്രയും വലിയ ബാധ്യതയാണ് ഒരു വിശ്വാസിക്കുള്ളത്. ആ അയൽവാസിയുടെ സ്വഭാവം, അയൽവാസിയാണ് നമ്മളെ കുറിച്ച്, നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് സർട്ടിഫിക്കറ്റ് തരേണ്ടത്. എങ്കിൽ നമ്മൾ ആ സർട്ടിഫിക്കറ്റിനനുസരിച്ചാണ് നമ്മുടെ സ്വഭാവത്തെ വിലയിരുത്തുക എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ബന്ധം അത് ശരിയാകണം. നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ ജീവിതത്തിലെ ഇടപാടുകൾ കൊണ്ട് ഒരിക്കലും നമുക്ക് അയൽവാസിയെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം അത് ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എത്ര വലിയ ഇബാദത്ത് ചെയ്യുന്ന ആളുകളായിട്ടും, നമ്മൾ എത്ര വലിയ നമസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന ആളായിട്ടും കാര്യമില്ല, നമ്മുടെ നാവ് കൊണ്ട് അയൽവാസിക്ക് ഒരു ഉപദ്രവമുണ്ടോ എങ്കിൽ ആ നന്മകളൊന്നും നമുക്ക് പരിഗണിക്കൂല എന്നാണ്, അല്ലേ? പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, ജീവിതത്തിലേറെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു ഹദീസുണ്ട്. അല്ലാഹുവിന്റെ റസൂല് അത് പഠിപ്പിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും, ജീവിതത്തിൽ ഇബാദത്തുകളെക്കാൾ ഒരു മനുഷ്യന് നഷ്ടം സംഭവിക്കുന്നത് അവന്റെ നാവുകൾ അവന്റെ ജീവിതത്തിൽ സമ്പാദിക്കുന്ന തിന്മകൾ കൊണ്ടാണ്. ഇബാദത്തുകൾ ചെയ്തിട്ടും നഷ്ടം സംഭവിച്ചു പോകുന്ന ആളുകൾ അവർ അവരുടെ നാവിനെ സൂക്ഷിക്കാത്തവരാണ്, അല്ലെ? പ്രവാചകന്റെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഇന്ന ഫുലാനത്തുൻ തഖൂമുൽ ലൈല വതസൂമുൻ നഹാറ വതഫൽ വതസദ്ദഖ്. നബിയേ, ഒരു പെണ്ണുണ്ട് നബിയേ, എന്താണ് ആ പെണ്ണിന്റെ പ്രത്യേകത എന്നറിയുമോ? അവൾ രാത്രിയിൽ ധാരാളമായി നമസ്കരിക്കുന്നവളാണ്, അവൾ പകലിൽ ധാരാളമായി സുന്നത്ത് നോമ്പെടുക്കുന്നവളാണ്, അവൾ സ്വതക്ക ചെയ്യുന്നവളാണ്, ധാരാളം നന്മകളിൽ മത്സരിക്കുന്നവളാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് നബിയേ, വതുദി ജീറാനഹാ ബിലിസാനിഹാ. അവളുടെ നാവ് കൊണ്ട് പലപ്പോഴും അവളുടെ അയൽവാസിക്ക് അവൾ ഉപദ്രവം ചെയ്യുന്നുണ്ട്. അയൽവാസിയുടെ കുറ്റങ്ങളും കുറവുകളും നാലാള് കൂടിയിരിക്കുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവളാണ്. അയൽവാസിയോട് ഏഷണിയും പരദൂഷണവുമായി ജീവിതത്തിൽ പലപ്പോഴും ഉപദ്രവിക്കുന്നവളാണ്. അള്ളാന്റെ റസൂലേ, ആ പെണ്ണിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? രണ്ട് വാചകങ്ങളിൽ അള്ളാന്റെ റസൂല് മറുപടി കൊടുക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ലാ ഖൈറ ഫീഹാ വഹിയ മിൻ അഹ്ലിന്നാർ. അവളിൽ ഒരു നന്മയും തന്നെയില്ല, അവൾ നരകാവകാശി തന്നെയാകുന്നു.
അല്ലാഹു റസൂൽ പറയാ, നീ എണ്ണി പറഞ്ഞ നന്മകളൊക്കെ ഉണ്ടല്ലോ, രാത്രി സ്കരിക്കുന്ന പെണ്ണാണ്, പകലിൽ നോമ്പെടുക്കുന്ന പെണ്ണാണ്, ആളുകൾക്കൊക്കെ നന്നായിട്ട് പണം കൊടുക്കുന്ന പെണ്ണാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, ലാ ഖൈറ ഫീഹാ, നീ പറഞ്ഞ ഒരു നന്മയും അവളിലില്ല. വഹിയ മിൻ അഹ്ലിൻ നാർ, അവൾ നരകാവകാശിയ. അവളുടെ ഇബാദത്തുകളും അവളുടെ കർമ്മങ്ങളൊക്കെ ഉള്ള നാവ് കൊണ്ട് ഒളിഞ്ഞു പോയിരിക്കും. അതേ സ്വഹാബി ചോദിക്കുന്നുണ്ട്, അല്ലാഹു റസൂലേ, വഫുലാനത്തുൻ, എന്നാൽ മറ്റൊരു പെണ്ണുണ്ട് നബിയേ, എന്താണ് അവളുടെ പ്രത്യേകത? തുസല്ലി അൽ മക്തൂബ വതസദ്ദഖു ബിഅസ്വാരിൻ, അവൾ ധാരാളം രാത്രി നിസ്കരിക്കുന്ന, സുന്നത്തായ നോമ്പെടുക്കുന്ന, അങ്ങനെയുള്ള വലിയ ഇബാദത്തുകളൊന്നും ചെയ്യുന്നവളല്ല. പക്ഷേ അവൾക്ക് 5 വക്ത് നിസ്കാരമുണ്ട്, അവൾക്ക് നിർബന്ധമാക്കപ്പെട്ട നോമ്പുണ്ട്, അതിന്റെ കൂടെ കഴിയുന്ന രൂപത്തിലൊക്കെ ചില ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നബിയെ, വലാ തുദി അഹദാ, ജീവിതത്തിൽ ഒരാളെയും നാവ് കൊണ്ട് അവൾ ഉപദ്രവിക്കാറില്ല നബിയെ. നാവിനെ സൂക്ഷിക്കുന്ന പെണ്ണാണ് നബിയെ. ഇബാദത്തുകൾ കുറവാണെങ്കിലും നാവിനെ നിയന്ത്രിക്കാൻ അവൾക്കറിയാം റസൂലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഹിയ മിൻ അഹ്ലിൽ ജന്ന, സംശയം വേണ്ട, അവൾ സ്വർഗ്ഗാവകാശി തന്നെയാണ്. അല്ലേ, ജീവിതത്തിൽ കുറെ ഇബാദത്തൊക്കെ ഉണ്ടായി, പക്ഷേ നാവിനെ സൂക്ഷിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അതുകൊണ്ടൊരു കാര്യമല്ല. എന്നാൽ ഇബാദത്തുകൾ കുറവാണെങ്കിലും തന്റെ ജീവിതത്തിൽ നാവിനെ സൂക്ഷിച്ച് ആ ചെയ്ത ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ആ ഇബാദത്തുകൾ കൊണ്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തെ പരിഗണിക്കുന്നിടത്ത് ഏറ്റവും വലിയ ഒരു ആയുധമാണ്. അല്ലെ, നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, അവന്റെ സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാകും അവന്റെ സ്വഭാവം എന്താണ്. അല്ലെ, നമ്മളെ നാവിനിൽ നിന്നാണ് ആളുകൾ നമ്മുടെ സ്വഭാവത്തെ പരിഗണിക്കുന്നത്. അവനോട് ഒരു 5 മിനിറ്റ് സംസാരിച്ചപ്പോഴേക്ക് എനിക്കൊന്റെ സ്വഭാവം മനസ്സിലായി എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരാളുടെ സ്വഭാവത്തെ പരിഗണിക്കുന്നത് അയാളുടെ സംസാരത്തെ പരിഗണിച്ചിട്ടാണ്. സംസാരം ശരിയായാൽ ആളുകൾക്ക് ജീവിതത്തിൽ നമ്മളോടുള്ള മതിപ്പും അതുപോലെ നമ്മളോടുള്ള ഇഷ്ടവും ഒക്കെ വർദ്ധിക്കും. അതല്ല, നമ്മുടെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ അടയാളം നമ്മുടെ സംസാരമാണ്. അതിൽ നിന്നാണ് ആളുകൾ നമ്മളെ അടുപ്പിക്കണോ അകറ്റി നിർത്തണോ ഒക്കെ ജീവിതത്തിൽ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഒരാളും വെറുക്കുന്ന, ഒരാളും ഇഷ്ടപ്പെടാത്ത ഒരു സംസാരത്തിന്റെ, ഒരു സ്വഭാവത്തിന്റെ ഉടമയായി ഞാൻ മാറില്ല എന്ന് തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ സ്വർഗവും ഒക്കെ നിലനിൽക്കുന്നത് എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമുക്കറിയാലോ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന റമദാനുമായി നമ്മൾ ബന്ധപ്പെടുത്തണം. അല്ലെ, റമദാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വർഗം ലഭിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, 2 ആളുകൾ പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് അവരിൽ 2 ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് ഇസ്ലാം സ്വീകരിക്കുക. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ 2 ആളുകളിൽ ഒരാള് ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത അദ്ദേഹം ഷഹീദായി മരണപ്പെട്ടു. 2ാമത്തെ മനുഷ്യൻ, അദ്ദേഹം ഈ മനുഷ്യൻ ഷഹീദായതിനു ശേഷം 1 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നാളെ പരലോകത്ത് ഈ 2 ആളുകളും കടന്നു വരുമ്പോ ആദ്യം മരിച്ച ഷഹീദായ മനുഷ്യനേക്കാൾ അല്ലാഹു സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിപ്പിക്കുന്നത് 2ാമതായി സാധാരണ സ്വന്തം വീട്ടിൽ തന്റെ കട്ടിലിൽ കിടന്ന് മരണപ്പെട്ട ഈ മനുഷ്യനെയായിരിക്കും. സ്വഹാബത്തിന് വല്ലാത്ത അത്ഭുതമായി. അല്ല, അല്ലാഹുവിന്റെ റസൂലെ, ഷഹീദ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രതിഫലത്തിലാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവൻ നഷ്ടപ്പെടുത്തി യുദ്ധം ചെയ്ത് അങ്ങനെ മരണപ്പെട്ടു പോയവനല്ലേ ഷഹീദ്. എന്നിട്ട് അയാൾക്ക് അല്ലാഹു സ്വർഗം നൽകുന്നതിന്റെ മുമ്പ് ഈ 2ാമത് സാധാരണ വീട്ടിൽ മരണപ്പെട്ട മനുഷ്യന് അല്ലാഹു എന്തുകൊണ്ടാണ് നബിയെ സ്വർഗം കൊടുത്തത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്താ സ്വഹാബത്തി അതിൽ ഇത്ര സംശയം? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അദ്ദേഹം 1ാമത്തെ മനുഷ്യൻ മരണപ്പെട്ട് 1 വർഷം കൂടി കഴിഞ്ഞിട്ടല്ലേ ഈ 2ാമത്തെ മനുഷ്യൻ മരിച്ചത്. അയാളുടെ ജീവിതത്തിൽ ആ 1ാമത്തെ മനുഷ്യന് ലഭിച്ചതിനേക്കാൾ 1 റമദാന് കൂടി ഈ 2ാമത്തെ വ്യക്തിക്ക് ലഭിച്ചില്ല. ആ റമദാനിൽ അദ്ദേഹം നോമ്പെടുത്തില്ലേ? ആ റമദാനിൽ അദ്ദേഹം രാത്രി നമസ്കരിച്ചില്ലേ? ആ റമദാനിൽ അദ്ദേഹം ഇബാദത്തുകൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കിയില്ലേ? അതുകൊണ്ട് ഈ മരണപ്പെട്ട വ്യക്തിയേക്കാൾ 1 വർഷം കൂടി, 1 റമദാന് കൂടി ജീവിതത്തിൽ അധികമായി കിട്ടിയത് കൊണ്ടാണ് ഇയാൾക്ക് അല്ലാഹു ആദ്യം സ്വർഗം കൊടുത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ റമദാനിനെയാണ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. അല്ലെ, നമ്മുടെ കൂടെ പള്ളിയിൽ സ്വപ്പ് കെട്ടി കൂടെ ഉണ്ടായിരുന്ന എത്ര ആളുകൾ ഇന്ന് അടുത്തൊരു റമദാനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവർക്ക് ആ ഒരു അവസരം നഷ്ടപ്പെട്ട് അവരുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനിനെയും പൂർത്തിയാക്കി അവരിന്ന് ഖബറിൽ അവരുടെ ബർസഖിയായ ലോകത്തെ ജീവിതം ആരംഭിക്കുകയാണ്.
പക്ഷേ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് റമദാനിനെ കൂടി സ്വീകരിക്കാൻ അള്ളാഹു ഭാഗ്യം തന്നാൽ നമ്മൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളോട് മരണപ്പെട്ടു പോയവരെക്കാൾ കൂടുതൽ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു അവസരമാണ് റബ്ബ് നമ്മുടെ മുമ്പിലേക്ക് നൽകുന്നത് എന്നൊരു ബോധ്യത്തോടു കൂടിയാകണം ഈ റമദാൻ നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഈ റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന, കഴിഞ്ഞ റമദാനുകളിൽ നമ്മൾ ചെയ്ത നന്മയേക്കാൾ എന്തെങ്കിലും ഒരു നന്മ കൂടുതലായി ചെയ്യണം എന്ന് ജീവിതത്തിൽ തീരുമാനിച്ചുകൊണ്ടായിരിക്കണം ഈ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. കാരണം ഇത് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനായിരിക്കും, അല്ലെ? അതാണ് റസൂൽ പറഞ്ഞല്ലോ, ജീവിതത്തിൽ ഒരു നന്മ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായി ചെയ്യണം, ഇഖ്ലാസോടുകൂടി ജീവിതത്തിൽ ഒരു നിസ്കാരങ്ങൾക്ക് പൂർത്തിയാക്കണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ അള്ളാന്റെ റസൂൽ അതിന് പറഞ്ഞൊരു ഉപദേശമുണ്ട്. അതെന്താ? സ്വല്ലി സ്വലാത്ത മുവദ്ദിഇ. ഇദാ കുൻത ഇലാ സ്വലാതിക സ്വല്ലി സ്വലാത്ത മുവദ്ദിഇ. നീ നിസ്കാരത്തിലേക്ക് നിന്നാൽ വിട പറയുന്ന ഒരു നമസ്കാരം നിർവഹിക്കുന്നവനെ പോലെ നിന്റെ നമസ്കാരത്തെ സ്വീകരിക്കണം എന്നാണ്, അല്ലെ? വിട പറയുന്ന നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലാസ്റ്റത്തെ നിസ്കാരമാണ്. ഈ നിസ്കാരത്തോടു കൂടി ഒരു പക്ഷേ ഞാൻ അങ്ങ് മരണപ്പെട്ടാൽ പടച്ചോനെ ഈ നിസ്കാരം ഒരിക്കലും എനിക്ക് നഷ്ടാകരുത് എന്ന ബോധ്യത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുന്ന നിസ്കാരം അതിന് എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടാവും, അല്ലെ? ഇന്ന് നമ്മൾ ഇശാ നമസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മളിങ്ങനെ ആലോചിക്കാം, പടച്ചോനെ ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ച് ഞാൻ കടന്നാൽ നാളെ സുബഹിയുടെ ബാങ്ക് കേൾക്കാൻ ഒരു പക്ഷേ എന്റെ ജീവിതത്തിൽ എനിക്ക് അവസരമില്ലെങ്കിൽ, എന്റെ ഭാര്യ വന്ന് എന്നെ തട്ടി വിളിക്കുമ്പോ എണീക്കാനുള്ള ജീവൻ എന്റെ ആ ഒരു ശരീരത്തിൽ ഇല്ലാതെ പോയാൽ പഠിച്ചോനെ ഇതിന്റെ ലാസ്റ്റ് നിസ്കാരമായിരിക്കുമല്ലോ. അതുകൊണ്ട് ഈ നിസ്കാരം ഒരിക്കലും എനിക്ക് പരലോകത്തിൽ നഷ്ടാക്കരുത് എന്നൊരു ബോധ്യത്തോടു കൂടി നമ്മൾ നിസ്കരിക്കുന്ന ഇബാദത്ത് അത് എത്രത്തോളം ആത്മാർത്ഥമായിരിക്കും. അല്ലാഹു റസൂൽ പറയാ, ജീവിതത്തിൽ ഓരോ നിസ്കാരം അങ്ങനെ നിസ്കരിച്ചാൽ ഓരോ ഇബാദത്തുകളും ഇതിന്റെ അവസാനത്തതായിരിക്കാം എന്ന ബോധ്യത്തോടു കൂടിയാണ് നിർവഹിക്കുന്നതെങ്കിൽ അതിന് വല്ലാത്തൊരു ആസ്വാദനം ഉണ്ടാകുന്നതാണ്. അതുപോലെ റമദാനിനെയും ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കണം. പഠിച്ചോനെ ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ റമദാനായിരിക്കും. ഈ റമദാൻ കൂടി കഴിഞ്ഞാൽ അടുത്തൊരു റമദാനെ ഒരു പക്ഷെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തോട് ഞാൻ വിട പറഞ്ഞു പോകും. അതുകൊണ്ട് ഈ റമദാൻ എനിക്ക് നഷ്ടമാകില്ല. ആ ഒരു ബോധ്യത്തോടുകൂടി പരിശുദ്ധ റമദാനെ സ്വീകരിക്കാൻ നമുക്ക് പറ്റിയാൽ പ്രിയപ്പെട്ടവരെ അത് വല്ലാത്തൊരു ഖൈറാണ്. അതുകൊണ്ട് ഈ വരാനിരിക്കുന്ന റമദാനിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കൊക്കെ ആ ഒരു നല്ല നിയ്യത്തുണ്ടാകണം, അല്ലെ? റമദാൻ കടന്നു വരുമ്പോ എല്ലാ വർഷത്തെയും പോലെ നോമ്പെടുക്കുന്നു, തറാവീഹ് കൂടുന്നു, പക്ഷേ അതിലൊന്നും ഒരു ആത്മാർത്ഥതയും അതിലൊന്നും ഒരു ഇഖ്ലാസും ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ഇബാദത്തുകളൊക്കെ നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ജീവിതത്തിൽ ഏതൊരു നന്മയും സ്വീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് റബ്ബ് പരിഗണിക്കണമെങ്കിൽ നിയ്യത്ത് ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ്. റമദാൻ കടന്നു വരുമ്പോൾ എന്തിനാ നമ്മൾ നോമ്പെടുക്കുന്നത്? എല്ലാവരും നോമ്പാണ്, എല്ലാവർക്കും നാട്ടിൽ നോമ്പാണ്. ഇപ്പൊ ഞാൻ മാത്രം നോമ്പെടുക്കാതെ ഭക്ഷണം കഴിച്ച് നടന്നാല് ആളുകൾ എന്താ വിചാരിക്കുക എന്നാണോ നമ്മുടെ മനസ്സിൽ നോമ്പെടുക്കുമ്പോഴുള്ള ഉദ്ദേശം? നമ്മുടെ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു. എല്ലാവരും തറാവിക്ക് രാത്രി ഇങ്ങനെ ടോർച്ച് അടിച്ച് പോകുന്നുണ്ട്, ഞാൻ മാത്രം ഇങ്ങനെ പെരയിൽ നിസ്കരിക്കാനൊന്നും പോകാതിരുന്നാൽ ഓനക്ക് തറാവി ഒന്നും ഇല്ലട്ടോ എന്ന ആളുകൾ പറയുന്നത് വിചാരിച്ചിട്ടാണോ നമ്മൾ പള്ളിയിൽ പോയത് എങ്കിൽ നമ്മുടെ തറാവിക്ക് ജീവിതത്തിൽ നമ്മുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി എന്നല്ലാതെ നമുക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞത് ജീവിതത്തിൽ ഒരു നന്മ ചെയ്യുമ്പോൾ ആ നന്മ എന്തിനാണ് ചെയ്യുന്നത്, അല്ലേ? നോമ്പെടുക്കുമ്പോ മനസ്സിലുണ്ടാകണം, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമളാനിൽ ഒരു നോമ്പെടുത്താൽ, ആരെങ്കിലും റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ ജീവിതത്തിൽ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ മുഴുവൻ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. പഠിച്ചോനെ 365 ദിവസം, അല്ലെ? ഒരു വർഷത്തിലെ 365 ദിവസത്തിൽ 330 ദിവസം അല്ലെങ്കിൽ 320 ദിവസവും ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ ഒരുപാട് തിന്മകളുണ്ട്. അതിലൊരു 30 ദിവസം എനിക്ക് തന്നത് ഈ ബാക്കിയുള്ള 330 ദിവസത്തിലെയും തിന്മകൾ എനിക്ക് ജീവിതത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ മാസം ഞാൻ ഒരിക്കലും ജീവിതത്തിൽ വെറുതെയാക്കില്ല. ഈ 30 ദിവസത്തെ നോമ്പ് കൊണ്ട് എന്റെ 11 മാസങ്ങളിലെ തിന്മകളും എനിക്ക് പുറത്തു കിട്ടണം എന്ന് ജീവിതത്തിൽ ആത്മാർത്ഥമുള്ള നെയ്യത്തോടു കൂടിയാണോ നോമ്പെടുത്തത്, ആ പ്രതിഫലം. അതല്ലാതെ എല്ലാവരും നോമ്പെടുക്കുന്നത് പിന്നെ ഞാനും നോമ്പ് തരണം
എന്നതാണോ നമ്മുടെ നോമ്പിന്റെ ലക്ഷ്യം? നഷ്ടമാണ്. അല്ലേ? മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും രാത്രിയിൽ നിന്നുകൊണ്ട് റമളാനിൽ നമസ്കരിച്ചാൽ അവന്റെ ജീവിതത്തിൽ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ മുഴുവൻ അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്. അല്ലാഹുവേ, 1.5 മണിക്കൂർ 3/4 മണിക്കൂർ ഞാൻ നിന്ന് നമസ്കരിച്ചത്, കാലിൽ ഒരൽപ്പം വേദന സഹിച്ച് ഒരൽപ്പം ക്ഷീണവും പ്രയാസവും അനുഭവിച്ച് നിന്റെ പള്ളിയിൽ സ്വഫ് കെട്ടി ഞാൻ നിന്നത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകൾ പുറത്തു കിട്ടാനാ. ഈ മനസ്സോടുകൂടി നിസ്കരിച്ചോ, ജീവിതത്തിൽ അല്ലാഹു പാപങ്ങൾ പുറത്തു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫാ. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു ദിവസം നോമ്പെടുത്താൽ അവന്റെ ജീവിതത്തിൽ പരലോകത്ത് അവന് ലഭിക്കുന്ന പ്രതിഫലം എന്താ? അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴിദൂരം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി നിർത്തുന്നതാ. അല്ലെ, ഒരു നോമ്പിന്റെ പ്രതിഫല അല്ലാഹു പറഞ്ഞത്. ആരെങ്കിലും ഒരു ദിവസം നോമ്പെടുത്താൽ നരകത്തിൽ നിന്ന് 70 കൊല്ലം ഒരാൾ സഞ്ചരിച്ചാൽ എത്ര ദൂരത്ത് പോകുമോ അത്രയും ദൂരം. 70 മിനിറ്റ് അല്ല, 70 മണിക്കൂറല്ല, 70 ദിവസമല്ല, 70 മാസമല്ല, 70 വർഷം ഒരാള് സഞ്ചരിക്കണം, യാത്ര ചെയ്യാം. അയാൾ എത്ര ദൂരത്തായിരിക്കും? അത്രയും ദൂരമുണ്ടാകും നരകവും ഈ മനുഷ്യനും തമ്മിൽ നിന്നാണ് ഒരു നോമ്പെടുത്ത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, 30 നോമ്പ് റമദാനിൽ എടുത്താൽ അല്ലേ, എത്ര വർഷമാണ് നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ മാറ്റി നിർത്തുന്നത്. പടച്ചോനെ, അതിനു വേണ്ടിയാണ് ഞാൻ നോമ്പെടുക്കുന്നത്. ഒരൽപ്പ സമയം വിശപ്പ് സഹിച്ചാലും, ഒരൽപ്പം ദാഹം സഹിക്കേണ്ടി വന്നാലും, ഈ കഷ്ടപ്പെട്ട ഈ വെയിലത്ത്, ഈ ചൂടിന്റെ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രയാസപ്പെട്ട് നിനക്ക് വേണ്ടി പട്ടിണി കിടക്കുന്നത് റബ്ബേ, പ്രയാസങ്ങളുടെ ഏറ്റവും വലിയ പ്രയാസമാകുന്ന നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാണ്. അതിനൊരൽപ്പം ചൂട് സഹിച്ച് നോമ്പെടുക്കേണ്ടി വന്നാൽ പ്രശ്നമില്ല എന്ന് ജീവിതത്തിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അതല്ല, നോമ്പെടുത്തിട്ടുണ്ട്, പക്ഷേ നോമ്പിനെ എങ്ങനെ കുറ്റം പറഞ്ഞു കൊടുക്കല്ലേ? വല്ലാത്തൊരു ചൂടുകാലത്തായി നോമ്പ്, വല്ലാത്തൊരു ദാഹം, വല്ലാത്തൊരു വിശപ്പ് എന്നൊക്കെ പറഞ്ഞ് നോമ്പെടുത്തിട്ടുണ്ട്. ആ നോമ്പിനെ അങ്ങനെ കുറ്റം പറയുന്നു. ആ നോമ്പുകൊണ്ട് ഒരു പ്രതിഫലം കിട്ടില്ല പ്രിയപ്പെട്ടവരെ. കാരണം അല്ലാഹു റസൂൽ പറഞ്ഞത്, അല്ലാഹു ആണ് ദഹർ, അള്ളയാണ് കാലം, അള്ളയാണ് കാലത്ത് തീരുമാനിച്ചത്, ചൂടും തണുപ്പും തീരുമാനിച്ചത് റബ്ബാണ്. അതിൽ സഹിച്ച്, അതിൽ ക്ഷമിച്ച് ആ റബ്ബിന് വേണ്ടി ആ സമയത്ത് കഷ്ടപ്പെടാൻ ഒരാൾ തയ്യാറായാൽ അതിന് കൂടുതൽ പ്രതിഫലം കിട്ടുന്ന അല്ലെ. ചൂടുകാലത്തുള്ള നോമ്പിന് പ്രതിഫലം കുറച്ച് കൂടും. ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതല്ലാതെ നോമ്പിനെ കുറ്റം പറഞ്ഞ്, ചൂടിനെ കുറ്റം പറഞ്ഞ് അങ്ങനെയുള്ള നോമ്പുകാരായി മാറുന്നതിനെ നമ്മൾ ഭയപ്പെടണം. അതുകൊണ്ട് നമ്മൾ സഹിക്കുന്നതിനും നമ്മൾ ക്ഷമിക്കുന്നതിനും നമ്മൾ ചെയ്യുന്നതിനുമൊക്കെ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു പ്രതിഫലം നമ്മുടെ മനസ്സിലുണ്ടാകണം. എങ്കിലേ ആ ഇബാദത്ത് നമുക്ക് ആസ്വദിച്ച് ജീവിതത്തിൽ നിർവഹിക്കാൻ പറ്റും. അങ്ങനെയാകണം നമ്മുടെ റമളാനുകൾ, അങ്ങനെയാകണം നമ്മുടെ നോമ്പുകൾ, നമ്മുടെ ഇബാദത്തുകൾ. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് ലഭിക്കാൻ പോകുന്ന നന്മകളിൽ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വാരിക്കൂട്ടാൻ പറ്റുന്ന പ്രതിഫലം അത് ഖുർആനിലൂടെയാണ്. അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിൽ നിന്ന് ആരെങ്കിലും ഒരു ഹർഫ് ഓതിയാൽ അല്ലേ, ഹസനത്തുൻ വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, അവന് ലഭിക്കുന്നത് 10 പ്രതിഫലം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. സ്വഹാബത്തെ, അലിഫ് ലാം മീം എന്നതൊരു ഹർഫാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ, അലിഫ് ലാം മീമിലെ അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. അതുകൊണ്ട് ആരെങ്കിലും അലിഫ് ലാം മീം എന്ന് ഓതിയാൽ 30 പ്രതിഫലം അല്ലാഹു അവന്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തി എന്നാണ്. ഈ നിയ്യത്തോടു കൂടി പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഫാത്തിഹ നമ്മളൊന്ന് പാരായണം ചെയ്താൽ എത്ര പ്രതിഫലം നമുക്ക് കിട്ടിയത്. ഈ ഒരു നിയ്യത്തോടു കൂടി സൂറത്തുൽ ബഖറ നമ്മൾ പാരായണം ചെയ്താൽ എത്ര പ്രതിഫലം അല്ലാഹു നമുക്ക് രേഖപ്പെടുത്തിയത്. ഈ നിയ്യത്തോടു കൂടി പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി നമ്മളൊന്ന് ഖത്തം തീർത്താൽ എത്ര പ്രതിഫലം അല്ലാഹു നമുക്ക് രേഖപ്പെടുത്തിയത് അല്ലേ. അതുകൊണ്ട് അത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അറിയാത്ത ആളുകളാണോ, എനിക്കൊന്നും ഖുർആൻ ഓതാൻ അറിയില്ല, എനിക്കൊക്കെ ഇപ്പൊ വയസ്സായില്ല എന്ന് നമ്മൾ വിചാരിക്കണ്ട. തപ്പിത്തടഞ്ഞ് ഓതാൻ പറ്റുമോ? അങ്ങനെയെങ്കിലും നമുക്ക് ഓതണം. അതിനും പ്രതിഫലം ഉണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 2 പ്രതിഫലം ഉണ്ട് അല്ലേ.
ജീവിതത്തിൽ അങ്ങനെ ഈ റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. കഴിഞ്ഞ റമദാനിൽ ഒരു തവണ തീർത്തവർ തീരുമാനിക്കണം, ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ അത് 2 തവണയാക്കാൻ ഞാൻ പരിശ്രമിക്കും. കഴിഞ്ഞ റമദാനിൽ ഒരു തവണ പോലും ജീവിതത്തിൽ തീരുമാനിക്കാത്ത അല്ലെങ്കിൽ കഴിയാത്ത ആളുകൾ തീരുമാനിക്കണം, ഈ റമദാനിൽ ഒരു തവണയെങ്കിലും ഞാനത് പൂർണ്ണമായി ഓതി തീർക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ തീരുമാനിച്ചിട്ട് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുക. അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, ആ തീരുമാനിച്ചതിന് ആ ചെയ്തതിന്റെ കൂലിണ്ട്. നമ്മൾ ആ മനസ്സിൽ നിയ്യത്ത് വെച്ചല്ലോ അങ്ങനെ ചെയ്യണം. ഈ റമദാനിൽ ഒരു തറാവി നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഈ റമദാനിൽ ഒരു നോമ്പ് നഷ്ടപ്പെടുത്തൂല. ഈ റമദാനിൽ ഒരു റവാത്തിബ് സുന്നത്തും എനിക്ക് നഷ്ടപ്പെടൂല എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനത്തിന് ജീവിതത്തിൽ പ്രതിഫലം ഉണ്ട്, അല്ലേ? അത് നടപ്പിലാക്കാൻ പറ്റിയാൽ അതിന്റെ പ്രതിഫലം വർദ്ധിച്ചു. അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, ജീവിതത്തിൽ സുന്നത്തുകളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മാസമാണ് റമദാൻ. ആരെങ്കിലും ഒരു ദിവസം 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു അവനൊരു വീടുണ്ടാക്കി കൊടുക്കും. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആദ്യമായി കേട്ടത് മഹദിയായ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്ന് ആ ഹദീസ് കേട്ടതിന് ശേഷം ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ 12 റക്അത്ത് എനിക്ക് നഷ്ടമായിട്ടില്ല. ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ഹദീസ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പിന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അംബസ റളിയല്ലാഹു അൻഹയാണ്. അല്ലാഹു റസൂൽ ഇങ്ങനെ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ അംബസ റളിയല്ലാഹു അൻഹക്ക് ആ ഹദീസ് പറഞ്ഞു കൊടുക്കുക. അംബസ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആ ഉമ്മു ഹബീബയിൽ നിന്ന് ഈ ഹദീസ് കേട്ടതിന് ശേഷം എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കൽ പോലും ആ 12 റക്അത്ത് റവാത്തിബ് നഷ്ടമായിട്ടില്ല. അംബസ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഹദീസ് കേൾക്കുന്നത് അംർ ഇബ്നു ഔസ് എന്ന് പറയുന്ന സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അംബസയിൽ നിന്നാണോ ഞാൻ ആ ഹദീസ് കേട്ടത്, അതിനുശേഷം ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ആ 12 റക്അത്ത് നഷ്ടമായിട്ടില്ല. ഇങ്ങനെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിമാരും താബികളും ഒക്കെ അവർ ആ ഹദീസ് എഴുതി വെച്ചതിന്റെ താഴെ വീണ്ടും അവർ എഴുതി വെച്ചൊരു വരിയാണത്. ആരിന്നാണോ കേട്ടത് അതിനുശേഷം പിന്നെ എനിക്ക് ഒരിക്കലും ആ 12 റക്അത്ത് നഷ്ടമായിട്ടില്ല. അങ്ങനെ ആ ഒരു ദർജയിലേക്ക് എത്താനൊന്നും നമുക്കൊരു പക്ഷെ സാധിക്കൂല. പക്ഷേ റമദാനിലെങ്കിലും ഒരു 30 ദിവസത്തിലെങ്കിലും അതെനിക്ക് ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റുമോ, അത് വല്ലാത്തൊരു ഖൈറായിരിക്കും, നന്മയായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു മാത്സര്യ ബുദ്ധി നന്മയുടെ കാര്യത്തിൽ നമുക്കുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ റമദാനും പോലെ ഈ റമദാൻ കഴിഞ്ഞു പോകാൻ പാടില്ല. പുതുതായിട്ട് എന്തെങ്കിലും ഒരു നന്മ ഈ റമദാനിൽ എനിക്ക് ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റണം, അല്ലെ? ഒരു ദിവസം പോലും പരിശുദ്ധ ഖുർആൻ ഓതാത്ത ഒരു ദിവസം ഈ റമദാനിൽ എനിക്ക് നഷ്ടപ്പെടൂല, അങ്ങനെ നഷ്ടപ്പെട്ടു പോകൂല എന്ന് ജീവിതത്തിൽ തീരുമാനിക്കാൻ നമുക്ക് പറ്റണം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ റമദാനിനെ മുതലാക്കുന്ന, ഈ റമദാനിലെ നന്മകൾ കൊണ്ട് ധന്യമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരണം. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ ഖറഅ ആയത്തുൽ കുർസിയ ദുബ്ര കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ ലം യംനഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലൽ മൗത്ത്. എല്ലാ 5 വക്ത് നിസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഒരാൾ ഓതിയാൽ അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ മരണമല്ലാതെ വേറൊരു തടസ്സമല്ല, അല്ലെ? 5 വക്ത് നിസ്കാരം നമ്മൾ എല്ലാവരും നിർവഹിക്കുന്നവരാണ്. പക്ഷേ ആ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ചൊല്ലുന്ന ദിക്ർ ദുആകളുടെ കൂട്ടത്തിൽ ആയത്തുൽ കുർസി നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, അതാണ് റസൂൽ പറയാ, മരിച്ചാന്നുള്ള ആ മരണം എന്നുള്ള ആ ഒരൊറ്റ തടസ്സമുള്ളൂ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള വേറൊരു തടസ്സമല്ല. ഇങ്ങനെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നന്മകൾ, അല്ലെ? അതുപോലെ തന്നെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എല്ലാം പിന്നെ ദിവസവും സയ്യിദുൽ ഇസ്തിഗ്ഫാർ, രാവിലെയും വൈകുന്നേരവും. അത് ജീവിതത്തിൽ ഒരാൾ രാവിലെ ചൊല്ലി വൈകുന്നേരം മരിച്ചാൽ, വൈകുന്നേരമാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അയാൾ സ്വർഗത്തിലാണ്. ഒരാൾ വൈകുന്നേരം ചൊല്ലി പ്രഭാതമാകുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അയാൾ സ്വർഗത്തിലാണ്. ഇങ്ങനെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന് വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്ന ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട്. ആ നന്മകൾ ജീവിതത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ റമദാനിനെ മുതലാക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവസാനിപ്പിക്കും ഓർമ്മപ്പെടുത്താനുള്ളത്, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇന്ന് നിങ്ങളൊക്കെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരാണ്, അല്ലെ? നിങ്ങളുടെ ഖബർസ്ഥാനുകളിലേക്ക് കടന്നു ചെല്ലും. എന്നിട്ട് ആ ഖബറിൽ കിടക്കുന്ന ഒരു ഖബറാളിയോട് നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾക്ക് ദുനിയാവിലേക്ക് അല്ലാഹു ഒരു മടക്കം തന്നാൽ, ജീവിതത്തിൽ മനുഷ്യരെ, ഖബറാളികളെ, നിങ്ങൾ ജീവിതത്തിൽ എന്താണ് ആഗ്രഹിക്കുക?
തീർച്ചയായും ആ ഖബറിലുള്ള മനുഷ്യർ പറയുമെന്നാണ്, ഞങ്ങളുടെ റബ്ബ് റമദാനിൽ ഒരു ദിവസം ഞങ്ങൾക്ക് തന്നാൽ അതാണ് ജീവിതത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ന് ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ നിങ്ങൾക്ക് മറുപടി പറയുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരും. റമദാനത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ഖബറിലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടു പോയാലേ, മരണപ്പെട്ടു പോയാലേ നമ്മൾ ഈ ജീവിക്കുന്ന റമദാനിന്റെ സുഗന്ധവും അതിന്റെ പവിത്രതയും ഒക്കെ നമുക്ക് ജീവിതത്തിൽ ബോധ്യപ്പെടും. അത് ഏത് അനുഗ്രഹം അങ്ങനെയാണല്ലോ, ഉണ്ടാകുന്ന സമയത്ത് അതിനെക്കുറിച്ച് പലപ്പോഴും നമുക്കൊന്നും യാതൊരുവിധ ബോധം ഉണ്ടാവില്ല അല്ലേ. നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, കണ്ണുള്ളപ്പോ അതിന്റെ വില അറിയില്ല. ആ കണ്ണിന്റെ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു വരുമ്പോ, ആ കണ്ണുകൊണ്ട് പലതും ക്ലിയറായി കാണാൻ കഴിയാതെ വരുമ്പോ നമുക്ക് ഇങ്ങനെ മനസ്സിലാകും, പഠിച്ചോനെ കണ്ണ് എന്ന് പറയുന്ന അനുഗ്രഹം എത്ര വലിയ അനുഗ്രഹമായിരുന്നു, എന്തൊക്കെ കണ്ടും എന്തൊക്കെ ആസ്വദിച്ചു നടന്നതാണ് ഞാൻ, ഇന്നെന്റെ കണ്ണിന്റെ കാഴ്ച ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുള്ള കാലത്ത് എന്തൊരു നല്ല അവസ്ഥയായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കും. ഇതുപോലെയാണ് റമദാൻ ഇങ്ങനെ വരുമ്പോ നമുക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല. പക്ഷെ ആ റമദാൻ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് 6 അടി മണ്ണിൽ കിടക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും, പഠിച്ചോനെ ദുനിയാവിൽ ഒരു റമദാനിന്റെ ദിവസം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ജീവിതത്തിൽ കൊതിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് വിലാപങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, നഷ്ടപ്പെട്ടല്ലോ എന്നൊരു ചിന്ത നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകരുത്. ആ നഷ്ടങ്ങൾ കടന്നു വരുന്നതിന്റെ മുമ്പ് കിട്ടിയ അവസരങ്ങളെ മുതലാക്കാൻ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അല്ലെ. നന്മയുടെ അവസരങ്ങൾ ജീവിതത്തിൽ കിട്ടിയിട്ടും അതിനെ ഉപേക്ഷിച്ച് അതിനെ ശ്രദ്ധിക്കാതെ അപ്പോഴും ദുനിയാവാണ് മുമ്പിൽ കണ്ടത് എന്ന് വിചാരിച്ച് ദുനിയാവിന്റെ കൂടെ കൂടിയ ആളുകൾ ഒരു റമദാൻ വരുമ്പോഴും പല ആളുകളും ചിന്തിക്കാറുള്ളത് ദുനിയാവിന് വേണ്ടി അതിനെ മുതലാക്കാൻ. ഒരു കച്ചവടക്കാരനാണെങ്കിൽ അയാൾ എന്താ വിചാരിക്കുക, റമദാൻ കുറച്ചുകൂടി ലാഭം ഉണ്ടാക്കാൻ കച്ചവടത്തിൽ ഇപ്പൊ എന്താ ചെയ്യുക അല്ലെ. റമദാനിലേക്കുള്ള സ്പെഷ്യൽ കുറച്ച് സാധനം കൂടി കൊണ്ടുവന്ന് റമദാനിലെ ഒന്നുകൂടി ദുനിയാവിന്റെ ലാഭം കുറച്ച് കൂട്ടണം എന്നാണ് പലപ്പോഴും വിചാരിക്കാറ്. എന്നാൽ ഒരു വിശ്വാസി ജീവിതത്തിൽ വിചാരിക്കണ്ട, റമദാനിൽ ഒരല്പം കട പൂട്ടിയാലും ഒരല്പ സമയം അങ്ങ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താലും എന്റെ ഇബാദത്തുകൾ ജീവിതത്തിൽ റമദാനിൽ നഷ്ടപ്പെടരുത് എന്ന് ചിന്തിക്കുന്നിടത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസവും ഈമാനും ഒക്കെ റമദാനിനെ അനുസരിച്ച് ജീവിതത്തിൽ ക്രമീകരിക്കാൻ നമുക്ക് പറ്റുള്ളൂ അല്ലെ. കച്ചവടം തിരക്കും കാര്യങ്ങളൊക്കെ റമദാൻ കഴിഞ്ഞാലും നമുക്കുണ്ടാകും. ആ സമയത്ത് ഞാൻ എൻ്റെ കച്ചവടം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ കടയുടെ സമയം ഒന്ന് ക്രമീകരിച്ച് ഒരല്പസമയം ഞാൻ പള്ളിയിലേക്ക് മാറിയിരുന്നാൽ അതാണല്ലോ എനിക്ക് ഖൈർ എന്ന് തീരുമാനിക്കുന്നിടത്ത് നമുക്ക് വിജയിക്കാൻ പറ്റുമോ? എങ്കിലേ നമുക്ക് പരലോകത്ത് നഷ്ടം സംഭവിക്കാത്ത, ഖേദിക്കാത്ത ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഖേദം കുറ്റവാളികളുടെ ജീവിതത്തിൽ വിട്ടൊഴിയാതെ കടന്നുപോയിക്കൊണ്ടിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക അല്ലെ. അവസരങ്ങൾ മുമ്പിലേക്ക് കിട്ടിയിട്ടും ജീവിതത്തിൽ നന്മകൾ പഠിക്കാനും നന്മകൾക്കുള്ള അവസരങ്ങളും സമയങ്ങളും റബ്ബ് ജീവിതത്തിൽ ഒരുപാട് തന്നിട്ടും അതൊന്നും ഉപയോഗിക്കാതെ അത് ആ സമയത്തൊക്കെ ദുനിയാവിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന ആളുകൾ മരിക്കുന്ന രംഗത്ത് പറയുന്ന വാചകം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞല്ലോ അല്ലെ. ഹത്താ ഇദാ ജാഹദഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. അവരുടെ ജീവിതത്തിലേക്ക് മരണമങ്ങ് കടന്നു വരുമ്പോ അവർ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ ഒന്ന് മടക്കി തരണേ റബ്ബേ. എന്തിനാണ്? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. ഉപേക്ഷ വരുത്തിയ ഒരുപാട് കർമ്മങ്ങളുണ്ട്. നിസ്കരിക്കാനുള്ള ബാങ്ക് കേട്ടിരുന്നു, പക്ഷേ എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല റബ്ബേ. റമദാനിന്റെ പുണ്യങ്ങളും മഹത്വങ്ങളും ജീവിതത്തിൽ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ ആ റമദാനിന്റെ സമയം കൊടുത്തിട്ടില്ല റബ്ബേ. ഒരല്പ സമയമൊന്ന് നീട്ടിത്തന്നാൽ ജീവിതത്തിൽ ചെയ്യാത്ത നന്മകൾ ചെയ്യാം റബ്ബേ. അല്ലാഹ് പറയുമെന്നാണ്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഇല്ല മലക്കുകളെ, അതൊരു വെറും വർത്തമാനമാണ്, അതവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. വമിൻ വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അവനെ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ ഇനി അവന്റെ മുമ്പിലുള്ളത് ബർസഖാണ്. അവിടെയാണ് അവൻ ചെന്ന് കിടക്കാനുള്ളത്. അവനെ ഇനി ഒരു സമയവും ഞാൻ നീട്ടിക്കൊടുക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയുന്ന വാചകമാണ്. സമയം ചോദിക്കും, മരിക്കുന്ന സമയത്ത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, രേഖ കയ്യിലേക്ക് കിട്ടുമ്പോഴും മനുഷ്യൻ പറയുന്നുണ്ട് അല്ലേ. വവുദിയൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫികീന മിമ്മാ ഫീ വയഖൂലൂന യാ വൈലതനാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ.
പടച്ചോനെ ഇതെന്തൊരു രേഖയാണ്, ചെറുതും വലുതുമായ ഒന്നും ഇതിൽ വിട്ടുപോയിട്ടില്ലല്ലോ റബ്ബേ. ഇതാ എന്റെ തിന്മകൾ മുഴുവൻ എന്റെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കുകയാണല്ലോ. ഞാൻ ചെയ്തു പോയ ഓരോ സെക്കൻഡിന്റെ അണുമണി തൂക്കത്തിലും ഞാൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളൊക്കെ വളരെ കൃത്യമായി എന്റെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുകയാണല്ലോ. അവൻ വിലപിക്കുകയാണ്. ആ സമയത്തും അല്ലാഹു പറയുമില്ല ഇനി അവസരങ്ങളില്ല, ഇനി വിലാപങ്ങൾക്ക് സമയമില്ല. ഇനിയോ അവസാനം നരകവും സ്വർഗവും തീരുമാനിക്കപ്പെട്ട് നരകത്തിന്റെ അടിത്തട്ടിൽ അവർ ഇങ്ങനെ കടന്നെറിയുമ്പോ അപ്പോഴും വിലാപം അവസാനിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വഹും യസ്തരിഖൂന ഫീഹാ, അവരാ നരകത്തിൽ ഇങ്ങനെ കടന്നെറിയുകയാണ്. അവർ നരകത്തിന്റെ ശിക്ഷ ഇങ്ങനെ ഏറ്റുവാങ്ങുകയാണ്. അവിടെ വെച്ചും അവർ പറയുന്നുണ്ട്, റബ്ബനാ അഖ്രിജ്നാ, അല്ലാഹുവേ ഒന്ന് പുറത്താക്കിക്കൊണ്ട് റബ്ബേ, ഈ നരകത്തിൽ നിന്നൊന്ന് പുറത്ത് കടത്തിക്കൊണ്ട നാഥാ. എന്തിനാണ് അമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ഉപേക്ഷ വരുത്തിയ, ഞങ്ങൾ ഇതുവരെ ചെയ്യാത്ത മുഴുവൻ നന്മകളും ജീവിതത്തിൽ ചെയ്യാം നാഥാ, ഒരല്പസമയം ഒന്ന് നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്ത്. അല്ലാഹ് ചോദിക്കുമത്രേ, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ, മനുഷ്യ ആലോചിക്കാനുള്ള സമയം ഞാൻ തന്നതല്ലേ? ദുനിയാവിൽ 60ഉം 70ഉം കൊല്ലം ജീവിക്കാനുള്ള സമയം കിട്ടിയില്ലേ? ചിന്തിക്കാമായിരുന്നില്ലേ? ആലോചിക്കാമായിരുന്നില്ലേ? അതുമല്ല, വജാഅകുമുൻ നദീർ, താക്കീതുകാർ വന്നിരുന്നില്ലേ? ഇങ്ങനൊരു നരകമുണ്ട് എന്ന് പറയാൻ ആള് വന്നതല്ലേ? ഇങ്ങനൊരു സ്വർഗമുണ്ട് എന്ന് പറയാൻ ആള് വന്നതല്ലേ? ഫദൂഖൂ ഫമാലിൽ ളാലിമീന മിൻ നസീർ, അതുകൊണ്ട് അനുഭവിച്ചോ, ഇനി ളാലിമീങ്ങൾക്കൊരു സഹായവുമില്ല, ഇനി അനുഭവിക്കുക മാത്രമാണ് വഴിയുള്ളത്. അതുകൊണ്ട് അട്ടഹാസങ്ങൾക്ക് ഇനി വിലയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ജീവിതത്തിൽ ഇന്ന് നാളെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. ഇന്ന് കണ്ണടച്ചാൽ അവിടെ മുതൽ ആരംഭിക്കുന്ന ചില രംഗങ്ങളാ അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ചത്. ഈ വിലാപം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകരുത്. ആ വിലാപത്തിന്റെ ആളുകളായി മാറിയാൽ അവർ നഷ്ടക്കാരാണ്. അതിന്റെ അപ്പുറത്ത് വിലാപങ്ങളില്ലാതെ സന്തോഷത്തോടു കൂടി യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ വദ്ഖുലി ഫീ ജന്നതി വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലേ, ഓ സമാധാനമടഞ്ഞ ആത്മാവേ, സന്തോഷത്തോടുകൂടി മടങ്ങിക്കോ എന്ന് മലക്കുകൾ പുഞ്ചിരിക്കുന്ന മുഖവുമായി പറയുന്ന ആ മരണമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടത്. അതുകൊണ്ട് കിട്ടിയ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നന്മകൾ ജീവിതത്തിൽ പരമാവധി നിർവഹിക്കണം. ഒരു നന്മയുടെ അവസരത്തെയും ജീവിതത്തിൽ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ അല്ലാഹു റസൂൽ പഠിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ സ്വീകരിച്ച് നല്ല ഒരു ജീവിതം നയിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശ്രമിക്കുക. നന്മകളിൽ നമ്മൾ മത്സരിക്കുക. വരാനിരിക്കുന്ന അവസരത്തെ മുതലാക്കാൻ കഴിവിന്റെ പരമാവധി നമ്മൾ പ്ലാൻ ചെയ്യുക. ഇങ്ങനെ അല്ലാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളായി ഈ ദുനിയാവിൽ ജീവിക്കാനും അതേ ഈമാനോടുകൂടി സൽക്കർമ്മങ്ങളോടുകൂടി ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ സംഭവിച്ചു പോയ ഒരുപാട് തിന്മകളുണ്ട്. അല്ലാഹുവേ, നിന്റെ മഹത്തായ റഹ്മത്തുകൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം ഏറ്റവും നല്ല ഇബാദത്തുകളായി സ്വർഗത്തിലേക്കുള്ള കർമ്മങ്ങളായി അതിനെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അതിൽ വന്നുപോയ അബദ്ധങ്ങളും പാപങ്ങളും ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. പരിശുദ്ധ റമളാനിനെ നല്ല ആരോഗ്യത്തോടുകൂടി ആയുസ്സോടുകൂടി സ്വീകരിക്കാനും ഏറ്റവും നല്ല ഇബാദത്തുകൾ കൊണ്ട് ആ റമളാനിനെ ധന്യമാക്കാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ സന്തോഷത്തോടുകൂടി വിളിക്കപ്പെടുന്നവരിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും പരിചയത്തിലും എല്ലാവരിലും ഉണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു അവരുടെ രോഗങ്ങൾക്കൊക്കെയും പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, കുടുംബക്കാർ, സഹോദരങ്ങൾ, പണ്ഡിതന്മാർ, അല്ലാഹു എല്ലാവരുടെയും ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുകയും
അവരെയും നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.